രാജാവ് ഇതിനിടയിൽ കിരീടധാരണത്തിനുള്ള അവസാനത്തെ ഒരുക്കങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. എല്ലാം ഒരുങ്ങിയെന്ന് തോന്നിയപ്പോൾ അതിരാവിലെ രാമന്റെ കിരീടധാരണം തീർച്ചയായും നടക്കുമെന്ന് ഉറപ്പിച്ച ശേഷം ആ കാര്യം താൻ തന്നെ കൈകേയിയോട് പറയാമെന്നും അവൾക്കത് എത്രയും സന്തോഷമാകുമെന്നുള്ള പരമബോധ്യത്തോടുകൂടി ദശരഥൻ അവളുടെ അന്തഃപുരത്തിലേക്ക് ധൃതിഗതിയിൽ നടന്നു. അദ്ദേഹം അവളുടെ മുറിയിൽ പ്രവേശിച്ച് ചുറ്റും നോക്കിയെങ്കിലും അവളെ അവിടെ കണ്ടില്ല. രാജാവിന് കടുത്ത നിരാശയായി. അവളെ കാണാതെ ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ മുഴുവൻ ചുറ്റിയലഞ്ഞു. എന്നിട്ടും അവളെ കണ്ടുമുട്ടിയില്ല. ഇത് മുമ്പൊരിക്കലും സംഭവിക്കാത്തതായിരുന്നു. അവൾ അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടില്ല. നാഥന്റെ വരവും കാത്തു നിൽക്കുകയാണ് കൈകേയിയുടെ പതിവ്. ഈ വിധം സംഭവിച്ചത് ഇതാദ്യമായിരുന്നു. കാവൽക്കാരൻ രാജസന്നിധിയിൽ വന്നു നിന്ന് വിനീതനായി പറഞ്ഞു, പ്രഭു, രാജ്ഞി എന്തോ കാരണത്താൽ കോപിച്ചിരിക്കുന്നു. രാജ്ഞി ക്രോധാഗ്രഹത്താൽ പ്രവേശിച്ചിരിക്കുകയാണ്. വൃത്തിന്റെ വാക്ക് കേട്ട് രാജാവ് അമ്പരന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ ഇളകി. കൈകേയി കിടന്നിടത്ത് അദ്ദേഹം ഓടിച്ചെന്നു. രാജ്ഞി വെറും നിലത്ത് കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ചന്ദ്രപ്രകാശമില്ലാത്ത ആകാശത്തെ നക്ഷത്രങ്ങൾ മിന്നും പോലെ അവൾക്ക് ചുറ്റും ആഭരണങ്ങളും പുഷ്പങ്ങളും ചിതറിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. തനിക്ക് പ്രാണനേക്കാൾ പ്രിയങ്കരിയായ തൻ്റെ യുവരാജ്ഞിയെ വൃദ്ധനായ ആ രാജാവ് നോക്കിക്കണ്ടു. വൃക്ഷത്തിൽ ചുറ്റിപ്പിണഞ്ഞ ഒരു ലത അതിൽ നിന്ന് പറിച്ചെടുത്ത പോലെയും സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ ഒരു ദേവതയെ പോലെയും ഒരു വേടന്റെ വലയിൽപ്പെട്ട ഒരു മാൻപേടയെ പോലെയും വിഷലിപ്തമായ ശരമേറ്റ ഒരു മത്തേഭേദത്തെ പോലെയും തോന്നപ്പെട്ടു അവൾ. ദശരഥൻ അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ തലോടി. നിറഞ്ഞ സ്നേഹത്തോടുകൂടി അവളോട് ഇങ്ങനെ ചോദിച്ചു, ഭവതിക്ക് എന്ത് സംഭവിച്ചു എന്നെനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഭവതിയെ വിഷമിപ്പിക്കുന്നത് എന്താണ്? ആരെങ്കിലും ഭവതിയെ അപമാനിച്ചുവോ? പുരുഷവാക്കുകൾ പറഞ്ഞ് ആരെങ്കിലും ഭവതിയെ വേദനിപ്പിച്ചുവോ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്ഞി, ഭവതി നിലത്തെ ഈ പൊടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു നിൽക്കുവാൻ എനിക്ക് ശക്തിയില്ല. ഭവതിക്ക് എന്തെങ്കിലും അസുഖമാണോ? ഞാൻ ഭിക്ഷുകവരെ വരുത്തട്ടെ. ഭവതിയോട് ആരെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ ആരെയെങ്കിലും അതിനെ ശിക്ഷിക്കേണ്ടതുണ്ടോ? ദയവായി കരയാതിരിക്കും. ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കുന്നത് ഭവതിക്ക് ചേർന്നതല്ല. നിരപരാധിയായ ഒരുവനെ കൊല്ലണമെന്നുണ്ടോ ഭവതിക്ക്? അതോ ശിക്ഷിക്കപ്പെടുന്നവനെ വെറുതെ വിടണമെന്നുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഭക്തിക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്താണ് വേണ്ടതെന്ന് വേഗം പറയൂ. ഭവതിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണാതെ എനിക്ക് ജീവിച്ചിരിക്കുവാൻ വയ്യ. ഭവതിയോട് എനിക്കുള്ള സ്നേഹം എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഭവതിക്കറിയാം. ഇതേവരെ ഞാൻ സമ്പാദിച്ച പുണ്യത്തിൻ്റെ പേരിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. ഭവതിയുടെ ഇഷ്ടം എന്താണോ അത് ചെയ്തു തരാമെന്ന്. ഭവതി എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തീർച്ചയാണ്. എന്നോടത് ചോദിക്കുവാൻ ഭവതിക്ക് അല്പം വ്യസനവുമുണ്ട്. ഒട്ടും മടിക്കണ്ട. ആദ്യം തന്നെ നിലത്തു നിന്ന് എഴുന്നേൽക്കൂ. അതിനുശേഷം എന്നോട് പറയൂ, എന്താണ് ഭവതിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതെന്ന്. താൻ ആഗ്രഹിക്കുന്നത് രാജാവ് അനുവദിക്കുമെന്ന് ഉറപ്പായപ്പോൾ കൈകേയി പറയുവാൻ തുടങ്ങി, എൻ്റെ ദുഃഖം എന്താണെന്ന് കേട്ടുകൊള്ളൂ. ആരും എന്നെ അപമാനിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ നടന്നു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോഹം നിറവേറ്റാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്യാമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അപ്രകാരം സത്യം ചെയ്യാമെങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങയോട് പറയുകയുള്ളൂ. ഈ സ്ത്രീയിൽ കാമാർത്തനായ സാധുവായ രാജാവ് അവളുടെ മുഖവുര കേട്ട് മന്ദസ്മിതം തൂങ്ങിക്കൊണ്ടും അവളുടെ തലയിൽ തലോടിക്കൊണ്ടും ഇങ്ങനെ പറഞ്ഞു, കൈകേയി, ഭവതിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഭവതിക്കറിയാം. ഭവതി എൻ്റെ എല്ലാമാണ്. ഭവതിയേക്കാൾ പ്രിയമേറിയ ഒരാൾ എനിക്കുണ്ടെങ്കിൽ അതെൻ്റെ പുത്രൻ രാമൻ മാത്രമാണ്. ആ രാമനെ പ്രമാണമാക്കി ഞാൻ പറയുന്നു, ഭവതി ചോദിക്കുന്നതെന്തും ഞാൻ അനുവദിക്കാമെന്ന്. രാമൻ എനിക്കെൻ്റെ പ്രാണന് തുല്യമാണ്. രാമനെ പ്രമാണമാക്കിയതാ ഞാൻ ആവർത്തിച്ച് പറയുന്നു. അല്ല, ഞാൻ ശപഥം ചെയ്യുന്നു. ഭവതിക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാമെന്നും ഞാൻ അത് അനുവദിക്കാമെന്നും ചോദിക്കും. എങ്ങനെ എൻ്റെ ഈ ശോച്യാവസ്ഥയ്ക്ക് ശമനം വരുത്തും? ഒരു നിമിഷം നിർത്തിയ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു, കൈകേയി, ഏതാനും നിമിഷം അവനെ കാണാതിരുന്നാൽ മതി. എൻ്റെ ജീവൻ എന്നെ വിട്ടുപോകുന്നു. ആ ഒരു നിലയ്ക്കാണ് എനിക്ക്. അത്ര സ്നേഹമാണ് എനിക്ക് രാമൻ. അവനെ മുൻനിർത്തി ഭവതിയുടെ ആഗ്രഹം സാധിപ്പിക്കാമെന്നിട്ടും ഭവതിക്ക് എന്നെ വിശ്വാസമാകുന്നില്ല. എൻ്റെ വാക്കിനെ സംശയിക്കേണ്ട. അതൊരു ശബ്ദമാണെന്ന് ഓർക്കുക. ഒരു രാജവെമ്പാല തൻ്റെ ഭണം ഉയർത്തുന്ന പോലെ കൈകേയി നിലത്തു നിന്ന് എഴുന്നേറ്റു. രാജാവിനെ ഒരു നോക്കുകയും ചെയ്തു. തൻ്റെ ആഗ്രഹം സഫലമായി എന്നവൾ കരുതി. അവളുടെ നയനങ്ങളിൽ ഒരു വിജയഭാവം തെളിഞ്ഞു. രാജാവ് രാമനെ പിടിച്ചാണ് ശപഥം ചെയ്തിരിക്കുന്നത്. അവൾ പറഞ്ഞു, എൻ്റെ മോഹം സാധിപ്പിക്കാമെന്ന് അങ്ങ് ഏറ്റു. അങ്ങയുടെ ഈ വാക്കുകൾ ഇന്ദ്രദേവന്മാർ സാക്ഷിയാവട്ടെ. അതുപോലെ സൂര്യചന്ദ്രന്മാരും ആകാശവും ഗ്രഹങ്ങളും ഇതിന് സാക്ഷിയാവട്ടെ.
സ്വർഗവും ഭൂമിയും ഞാൻ പറയുന്നത് കേൾക്കട്ടെ. ധർമ്മമാർഗം ഒരിക്കലും കൈവെടിയാത്ത ഈ മഹാനായ രാജാവ്, ഒരു സത്യവും പറയാത്ത ഈ രാജാവ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. താൻ കൊടുത്ത വാഗ്ദാനം ഉറപ്പിക്കുവാൻ വേണ്ടി അവൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ദശരഥൻ കേട്ടു. അദ്ദേഹം അത്ഭുതത്തോടും ചുണ്ടിലൊരു മന്ദഹാസത്തോടും കൂടി അവിടെ നിലകൊണ്ടു. കൈകേയി പറഞ്ഞു, നാഥ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ അങ്ങയ്ക്ക് ശംഭാരനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. അതോർത്തു നോക്കൂ. അന്ന് ഞാൻ അങ്ങയുടെ ജീവനെ രക്ഷിക്കുകയുണ്ടായി. അതിൽ സന്തുഷ്ടനായ അങ്ങ് എനിക്ക് 2 വരങ്ങൾ നൽകി. ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്ന് ഞാൻ അങ്ങയോട് പറയുകയും ചെയ്തു. അവ ഇപ്പോൾ എനിക്ക് ആവശ്യമായിരിക്കുന്നു. ആ 2 വരങ്ങൾ ഇപ്പോൾ എനിക്ക് നൽകിയാലും വാഗ്ദാനം തന്ന ശേഷം അങ്ങ് അത് നിരസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ പരിത്യജിക്കും. എൻ്റെ ആഗ്രഹം എന്തെന്ന് ഇനി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാനും കിരീടധാരണം നടത്തുവാനും അങ്ങ് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരുക്കങ്ങൾ കൊണ്ട് രാമന് പകരം ഭരതനെ കിരീടധാരണം ചെയ്യിക്കണം. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു വരം. രാമൻ മാന്തോലും മരവുരിയും എടുത്ത് 14 സംവത്സരം വനത്തിൽ പാർക്കണം. അതാണ് മറ്റേ വരം കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ പുത്രനായ ഭരതൻ യുവരാജാവാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്ക് പാലിക്കേണ്ടതും മേൽ വേണ്ടതെല്ലാം ചെയ്യേണ്ടതും അങ്ങയുടെ കടമയാണ്. ഇന്ന് ഈ നിമിഷം തന്നെ രാമനെ നാട് കടത്തണം. ഇതാണ് എൻ്റെ ആവശ്യവും ആഗ്രഹവും. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നതിലും സത്യം പരിപാലിക്കുന്നതിലും ലോകപ്രസിദ്ധമാണ് അങ്ങ്. ധർമ്മനിഷ്ഠയ്ക്ക് പേരുകേട്ട ഒരു രാജവംശത്തിൽ ജനിച്ചവനുമാണ് അങ്ങ്. ചോദിക്കുന്നത് എന്തും തരാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം എൻ്റെ വരങ്ങൾ നിരസിച്ച് അങ്ങ് സ്വന്തം വംശത്തിന് അപമാനം വരുത്തി വയ്ക്കരുത്. പെട്ടെന്നെങ്കിൽ എന്തെങ്കിലും പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിവില്ലാത്ത ഒരു നിലയിലായി തീർന്നു ദശരഥൻ. അദ്ദേഹം ആകെ അമ്പരന്നു പോയി. അവളുടെ വാക്കുകളുടെ അന്തസ്ഥാനം അറിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബോധമറ്റു വീണു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹം ഇങ്ങനെ പറയുവാൻ തുടങ്ങി, ഞാൻ സ്വപ്നം കാണുകയാണോ? ഇതൊരു ദുസ്വപ്നമാണോ? അതോ എൻ്റെ പ്രജ്ഞ നശിക്കുകയാണോ? എൻ്റെ മുൻജന്മത്തിൽ നടന്ന വല്ല സംഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നതാണോ? ഞാനൊരു രോഗിയാകുകയാണോ? കൈകയിൽ നിന്ന് ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടു എന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു വൈകൃതമാണോ? അദ്ദേഹം കൈകേയി നോക്കി. അവൾ അദ്ദേഹത്തിന് മറുപടിക്കായി കാത്തു നിൽക്കുകയാണെന്ന് തോന്നി. ഒരു കടുവയെ കണ്ട് ഭയപ്പെട്ട മാൻപേടയെ പോലെ അദ്ദേഹം വിറച്ചുകൊണ്ടിരുന്നു. ഇതൊരു ദുസ്വപ്നമല്ലെന്നും തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം അതീവ ദുഃഖിതനായി. അദ്ദേഹത്തിനൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. മന്ത്രത്താൽ മുക്തനായ ഒരു സർപ്പത്തെ പോലെയായി തീർന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സ്വസ്ഥാനത്ത് നിന്ന് ഇറങ്ങുവാൻ വയ്യാതെയായി. ജീവൻ കൂടുവിട്ടു പോകുമെന്ന വിധത്തിൽ അദ്ദേഹം ദീർഘശ്വാസം വലിച്ചു. അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ വീണ്ടും അദ്ദേഹം ബോധം കെട്ടു വീണു. ഈ ദുഃഖം അദ്ദേഹത്തിന് താങ്ങുവാനായില്ല. അദ്ദേഹത്തിന് ബോധം വന്നും പോയുമിരുന്നു. ദുഃഖത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കോപം വന്നു കയറി. അദ്ദേഹം കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു, എത്ര ക്രൂരയാണ് നീ! നിന്റെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. നീ എൻ്റെ വംശമാകെ നശിപ്പിക്കുവാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. എന്നെ ഇങ്ങനെ ദ്രോഹിക്കത്തക്കവണ്ണം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? രാമനെ നാട് കടത്തക്ക വിധം അവനോട് എന്ത് വിരോധമാണ് നിനക്കുള്ളത്? അവൻ നിനക്കൊന്നും ചെയ്തില്ലല്ലോ. അവന് നിന്നോട് അതീവ ഭക്തിയും ആദരവുമുണ്ട്. കൗസല്യ എന്ന പോലെ തന്നെ അവന് നിന്നെ പ്രിയമാണ്. അവനെപ്പറ്റി ഈ ദുശ്ചിന്ത നിനക്ക് എങ്ങനെ ഉണ്ടായി? ഞാൻ നിന്നെ എൻ്റെ വധുവായി കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ ഇഷ്ടപത്നി ആക്കുകയും ചെയ്തു. ഒരു വിഷസർപ്പത്തെയാണ് കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞില്ല. മൂഢത മൂലം ഞാനതിനെ മാറോട് ചേർത്തു പുണരുകയും ചെയ്തു. രാമൻ്റെ നന്മയെ ലോകം പ്രകീർത്തിക്കുകയാണ്. അവനെ ഇങ്ങനെ ശിക്ഷിക്കത്ത വിധം എന്ത് കുറ്റമാണ് നീ അവനിൽ കാണുന്നത്? രാമനെ കാട്ടിലയച്ചുകൊണ്ടുള്ള എൻ്റെ ഈ പ്രവൃത്തിയെ ഞാൻ എങ്ങനെ ന്യായീകരിക്കും? കൗസല്യയും സുമിത്രയും ഞാൻ ത്യജിക്കാം. രാജ്യം ഉപേക്ഷിക്കുവാനും ഞാൻ തയ്യാറാണ്. എന്നാൽ എനിക്കെൻ്റെ രാമനെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ വയ്യ. രാമൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളുന്നു. അടുത്തില്ലെങ്കിൽ എല്ലാവരേക്കാളും ദുഃഖിതൻ ഞാനാണ്. സൂര്യനില്ലാത്ത ലോകം നിലനിൽക്കാം. വൃക്ഷാലിതികൾ ജലവംശമില്ലാതെ ജീവിച്ചേക്കാം. എന്നാൽ രാമനോട് വേർപെട്ട് ജീവിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. നീ നിന്റെ മനസ്സിൽ നിന്ന് ഈ പാപചിന്തയെ അകറ്റും. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നിൽ അനുകമ്പയ്ക്കായി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. കൈകേയി, പറയൂ, ഈ പാപചിന്ത നിന്റെ മനസ്സിൽ എങ്ങനെ കടന്നുകൂടി? ഭരതനിൽ എനിക്കുള്ള സ്നേഹം നീ അളന്നു നോക്കുകയാണോ? ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ നീയും രാമനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും നീ എന്നോട് പറയാറുണ്ട്, അങ്ങയുടെ മൂത്തപുത്രനായ രാമനെ എനിക്കും വളരെ ഇഷ്ടമാണ്. അവൻ എൻ്റെയും മൂത്തപുത്രനാണ്. അവൻ ധർമ്മിഷ്ഠനാണ്, സത്യസന്ധനാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. നീ രാമനോട് എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം പറയുന്നതും പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
അവനെതിരെ നിന്റെ മനസ്സിൽ ആരോ വിഷം കുത്തി കയറ്റിയിട്ടുണ്ട്. ആരോ നിന്നെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ കുത്തിമുറിവേൽപ്പിക്കുന്നത്. നിന്റെ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങുകയാണെങ്കിൽ ഇക്ഷ്വാകു വംശത്തിന് തന്നെ അതൊരു വലിയ കളങ്കമായി തീരും. ഇത്തരം കഠിന വാക്കുകൾ നിനക്ക് പറയാനാകുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. എൻ്റെ സുഖത്തെപ്പറ്റി എപ്പോഴും പരിചിന്തിക്കുന്ന സ്വഭാവമാണ് നിനക്കുള്ളത്. ഇത് നിനക്ക് ചേരുന്നതല്ല. ഈ പെരുമാറ്റം വഴി നിന്റെ വിഡ്ഢിത്തം എത്രത്തോളം എത്തിയെന്ന് നീ അറിയുന്നില്ല. ഭരതനോടും രാമനോടും നിനക്ക് ഒരേപോലെ പ്രിയമാണ്. അപ്പോൾ രാമൻ 14 വർഷം കാട്ടിൽ കഴിയുന്നതിനെപ്പറ്റി നിനക്ക് എങ്ങനെ ചിന്തിക്കുവാൻ പോലും കഴിയും? എൻ്റെ അന്തഃപുരത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. അവരിൽ ഒരാളെങ്കിലും രാമനെപ്പറ്റി ഒരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും അവനെ സ്നേഹമാണ്. അവൻ സത്യം വിട്ടു നടക്കില്ല. അതിനാൽ പ്രായമായവർക്ക് അവൻ പ്രിയനാണ്. അവനൊരു നല്ല യോദ്ധാവാണ്. അതിനാൽ ശത്രുക്കൾക്ക് അവനെ ഭയമാണ്. സ്നേഹവും ഔദാര്യവും കൊണ്ട് അവൻ ജനങ്ങളുടെ ഹൃദയം കവർന്നിരിക്കുന്നു. കൈകേയി, രാമനെയും അവൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവത്തെപ്പറ്റിയും ഒരു നിമിഷം നേരം ആലോചിക്കുക. അവൻ്റെ നിസ്വാർത്ഥത, ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള കഴിവ്, ബുദ്ധിശക്തി, വിജ്ഞാനം, ഇതിനെല്ലാം പുറമെ സ്വഭാവ ഗുണം കൊണ്ട് സകലരെയും പ്രീണിപ്പിക്കാനുള്ള കഴിവ്, ഇവയ്ക്കെല്ലാം നിനക്കറിയാം. പലപ്പോഴും അവയെക്കുറിച്ച് നീ പറയാറുമുണ്ട്. പെട്ടെന്ന് നീ ഇങ്ങനെ അവനിൽ കുറ്റം കണ്ടുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്തിന് നിഷ്കാസനം ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പാവിയായി അവനെ മുദ്ര കുത്തിയത് എങ്ങനെയാണ്? എൻ്റെ രാമനോട് ഞാനൊരിക്കലും ഒരു പുരുഷവാക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വന്തം സ്വാർത്ഥതയും സുഖത്തിനും വേണ്ടി നീ എന്നെക്കൊണ്ട് ഈ അന്യായം ചെയ്യിക്കുകയാണ്. ഞാനിതെങ്ങനെ ചെയ്യും? രാമനെ പിരിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകബന്ധം എന്തിനാണ്? കൈകേയി, എൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. നിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നു. എനിക്ക് വയസ്സായി കഴിഞ്ഞു. എന്നാൽ ദയാദൃഷ്ടി കാണിക്കൂ. എന്നിൽ ദയാദൃഷ്ടി കാണിക്കൂ. നീ നിന്റെ മനസ്സ് മാറ്റും. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം. എനിക്കൊന്നു മാത്രം മതി. രാമൻ എന്നെ വിട്ട് എവിടെയും പോകരുത്. രാജാവ് ശോകർണവരത്തിൽ ആണ്ടുപോയിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് അവളോട് ദയനീയമാവിധം അപേക്ഷിച്ചു നോക്കി, കെഞ്ചി നോക്കി. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അവൾ ഉറച്ചു നിന്നു. അവൾ അദ്ദേഹത്തോട് പരുക്ഷവാക്കുകൾ പറയുവാൻ തുടങ്ങി. അങ്ങ് 2 വരം എനിക്ക് നൽകി. അങ്ങ് ചെയ്തതിന് ഞാനിപ്പോൾ പരിതപിക്കുകയാണ്. അങ്ങനെ ധർമ്മിഷ്ഠനാവും. സജ്ജനങ്ങൾ ഇത് കേട്ടാൽ എന്തു പറയും? അവന്മാരോട് ഇങ്ങനെ പറയേണ്ടി വരും: ഈ കൈകേയി ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷിച്ചു. അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് പകരമായി ഞാൻ അവൾക്ക് 2 വരങ്ങൾ നൽകി. പക്ഷേ ഇപ്പോൾ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പാലിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങ് സത്യം പാലിക്കാത്ത ഒരു മനുഷ്യനാണ്. സത്യപരാലയത്തിന് പേർ കേട്ട ഒരു രാജവംശത്തിലാണ് അങ്ങ് ജനിച്ചത്. മഹാനായ ശിബിക്ക് കഴുകനും പ്രാവുമായി നടന്ന സംഭവം എത്രയോ സുപ്രസിദ്ധമാകിയാൽ ഞാൻ അതിൻ്റെ പുനരാഗ്രഹം ചെയ്യുന്നില്ല. അളക്കുവാൻ വാക്കുപാലിക്കുവാനായി തൻ്റെ 2 കണ്ണുകളും ഒരു ബ്രാഹ്മണന് നൽകി. അങ്ങയുടെ പൂർവികന്മാരുടെ ധർമാചാരണം മൂലമാണ് സമുദ്രം കരയിലേക്ക് തള്ളി വരാത്തത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ശ്രേഷ്ഠകുലത്തിൽ ജനിച്ച അങ്ങ് ധർമ്മം തെറ്റി നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സത്യധർമ്മങ്ങളെ കൈവിടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്തത് കൗസല്യയോടൊത്തുള്ള സൂഹിക്കാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. നീചബുദ്ധനായ ഒരു രാജാവാണെന്ന്. അധർമ്മ മാർഗത്തിലൂടെയാണ് അങ്ങയുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. എന്നെപ്പറ്റി അങ്ങയ്ക്ക് എന്തഭിപ്രായമാണ് ഉണ്ടായാലും എനിക്കൊന്നുമില്ല. എൻ്റെ അപേക്ഷ നീതിരഹിതമാണെന്ന് എനിക്ക് വിചാരിച്ചേക്കാം. പക്ഷേ വാക്ക് പാലിക്കുക എന്നത് അങ്ങയ്ക്ക് ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങ് എന്നോട് ചെയ്ത വാഗ്ദാനം പാലിക്കേണ്ടതുമാണ്. ഇനി എന്തു വന്നാലും വേണ്ടില്ല, ഞാൻ രാമനെ കിരീടധാരണം ചെയ്യിപ്പിക്കും എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും. മറ്റൊരു സ്ത്രീയെ രാജമാതാവായി കാണുക എന്ന അപമാനത്തേക്കാൾ മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഭരതൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുകയാണ്. രാമനെ കാട്ടിലേക്ക് അയക്കുക എന്ന കൃത്യം കൊണ്ടേ, അതുകൊണ്ട് മാത്രമേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അതൊഴികെ മറ്റൊന്നും കൊണ്ടും അങ്ങേക്ക് എന്നെ സന്തോഷിപ്പിക്കുവാനാവില്ല. ദയനീയമായി കരിഞ്ഞുകൊണ്ടിരുന്ന രാജാവിൻ്റെ നേരെ കൈകേയി ഒരു ദയാദാക്ഷിണ്യവും കാണിച്ചില്ല. അദ്ദേഹം വളരെ നേരെ അബോധാവസ്ഥയിൽ കിടന്നു. അവൾക്കതുകൊണ്ട് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ബോധം വന്നപ്പോൾ അദ്ദേഹം അവളുടെ നേരെ നോക്കി. എന്നാൽ അദ്ദേഹം ഒന്നും പറയുകയുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തെ ബദ്ധനാക്കി. അതിൽ നിന്നൊരുവാൻ അദ്ദേഹം ഒരു വഴിയും കണ്ടില്ല. ബോധം വിട്ട നിലയിൽ അദ്ദേഹം പലതും തന്നെത്താൻ പെറുപെറുത്തു. ഇടയ്ക്കിടെ രാമനാമം ഉരുവിടുകയും ചെയ്തു. ഒരിക്കൽ കൂടി അദ്ദേഹം അവളോട് ഇങ്ങനെ പറഞ്ഞു: നോക്ക് കൈകേയി, ആരാ നിന്നെ വഴിതെറ്റിക്കുന്നുണ്ട്. ഈ വിധമെല്ലാം പെരുമാറുവാൻ ആരോ നിന്നെ ഉപദേശിക്കുന്നുണ്ട്. അഥവാ ആരോ നിന്നെ ഇങ്ങനെ ആക്കി തീർത്തിരിക്കുന്നുണ്ട്. ജാതിയ, നീ ഒരിക്കലും ഇത്ര ക്രൂരയല്ലായിരുന്നു. ഏതോ പിശാച് നിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനമാണ് ഈ കാണുന്നത്. ഇത്രയും കാലം നീ നിഷ്കളങ്കായ ഒരു ശിശുവിനെ പോലെയായിരുന്നു. നിന്നിൽ ഉണ്ടാകുവാൻ വയ്യാത്ത എന്തോ ഒന്നാണിത്. രാമൻ എന്നിൽ നിന്ന് കറ്റാനും ഭരതനെ യുവരാജാക്കുവാനുള്ള ഈ തീരുമാനം പെട്ടെന്ന് നിന്റെ മനസ്സിൽ എങ്ങനെയുണ്ടായി? അയോധ്യ നിവാസികളുടെയും നിന്റെ പതിയുടെയും ജീവൻ രക്ഷിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അപേക്ഷ നീ പിൻവലിക്കുക. എന്നെ രക്ഷിക്കണേ എൻ്റെ രാജ്ഞി.
അവളുടെ മനസ്സരിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ ശോകം കോപമായി മാറി. അദ്ദേഹം പറഞ്ഞു, നീ ഒരു ക്രൂര തന്നെ. നിന്റെ മനസ്സിൽ ദുഷ്ചിന്തകളെ വരൂ. നീ നാശത്തിനായി പിറന്നവളാണ്. എന്നോടും രാമനോടും നീ വൈരം വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഞാനത് ഇതേവരെ അറിഞ്ഞില്ല. നിന്റെ പുത്രൻ ഭരതനെ കിരീടധാരണം ചെയ്യിപ്പിക്കാമെന്ന് നീ മോഹിക്കുന്നു. അവൻ ധർമ്മിഷ്ഠനാണ്. അവൻ ഒരിക്കലും രാമനെ നാടുകടത്തി രാജ്യാവകാശം സ്വീകരിക്കില്ല. അവനെ നിനക്കറിയില്ലേ? എന്നാൽ എനിക്കറിയാം. രാമൻ എന്നെ മാത്രം സ്നേഹിക്കുന്നുവെന്നും എനിക്കറിയാം. രാമ കാട്ടിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെതിരായി ഒരു വാക്കുപോലും അവൻ പറയില്ല. പക്ഷെ അത് പറഞ്ഞ ശേഷം ഞാൻ എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? എങ്ങനെ അവൻ്റെ മുഖം കണ്ടു നിൽക്കും? ഇന്ന് ഞാൻ അവനെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ യുവരാജാവാകുമെന്നും പറഞ്ഞു. അവന് നൽകാമെന്ന് പറഞ്ഞ പദവി മടക്കിയെടുത്ത് പകരം ഈ പരുക്ഷ വാക്കുകൾ അവനോട് പറയുവാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നു. ഇതറിഞ്ഞാൽ മറ്റുള്ള രാജാക്കന്മാരെന്തു പറയും? അവർ എന്നെ നിന്ദിക്കുമെന്ന് തീർച്ചയാണ്. രാമനെ നാട് കടത്തുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയും? എൻ്റെ ഭാര്യ കൈകേയിയുടെ ഇഷ്ടത്തിനാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നഗരവാസികളോടുള്ള എൻ്റെ വാഗ്ദാനം തെറ്റിക്കലാണെന്ന് രാമൻ്റെ അമ്മ കൗസല്യയെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും? നിന്നോടുള്ള സ്നേഹം നിമിത്തം എത്രയോ വർഷങ്ങളായി ഉപേക്ഷിച്ച മട്ടാണ്. ഞാൻ അനാസ്ഥ കാണിച്ചിട്ടും അവൾ ഒരു ഉത്തമ പത്നിയായി തന്നെ വർത്തിക്കുന്നു. ഇപ്പോൾ പുത്രനെ കൂടി നഷ്ടപ്പെടുത്തി എന്ന് വന്നാൽ അവൾക്കത് സഹിക്കുവാനാവില്ല. മേലാൽ സുമിത്രയുടെ ആദരവും എനിക്ക് നഷ്ടപ്പെടും. രാമൻ്റെ പത്നി സീത എൻ്റെ ഈ പ്രവൃത്തിയെ ഏതു വിധമാണ് നിരീക്ഷിക്കുക? ഞങ്ങളിൽ പലരുടെയും മരണമാണ് നീ കാണുക. രാമൻ എന്നെ വിട്ടുപോകുന്ന നിമിഷം ഞാൻ മരിക്കുമെന്ന് നിനക്ക് ഉറപ്പിക്കാം. നിന്റെ പുത്രനോടൊന്നിച്ച് നിനക്ക് രാജ്യം ഭരിക്കാം. കോസല രാജ്യം ഒരു വിധവയുടെ കീഴിലാവും. എൻ്റെ മുജ്ജന്മത്തിൽ ഞാൻ ഏതോ പാവം ചെയ്തിട്ടുണ്ടാവാം. നീ പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ ഇടയായത് തന്നെ അതുകൊണ്ടാവാം. എന്നെപ്പറ്റി ലോകം എന്തു വിചാരിക്കുമെന്ന് എനിക്കറിയാം. അതിങ്ങനെയാവും. ഈ രാജാവ് ഒരു സ്ത്രീ ദശരഥനാണ്. ഇദ്ദേഹം എല്ലാ ധർമാചാരണങ്ങളും ഉപേക്ഷിച്ച് നിരപരാധിയായ തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ചു. എന്തൊരു വിഡ്ഢിയാണ് ഈ മനുഷ്യൻ. രാമൻ ഇങ്ങനെ ഒരു സൽപുത്രനാവേണ്ടിയിരുന്നില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവനെ തന്നെ അനുസരിക്കാതില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ രാമൻ ഉത്തമ പുത്രനായിപ്പോയി. എൻ്റെ വാക്ക് കേൾക്കേണ്ട താമസമേ ഉള്ളൂ. അയാൾ പറയും, എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കൽപ്പന അനുസരിക്കേണ്ടവനാണ് ഞാൻ. അങ്ങയുടെ ആജ്ഞ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി ഞാൻ ഭയപ്പെടുകയാണ്. ഞാനില്ലാതെയാവും. രാമൻ കാട്ടിലേക്ക് അകപ്പെടുകയും ചെയ്യും. എൻ്റെ പ്രജകളോട് ചെയ്യുവാൻ പോകുന്ന നീതിയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് അനുഭവം തോന്നുകയാണ്. എൻ്റെ ഒരാഗ്രഹം പറയുവാൻ പോവുകയാണ് ഞാൻ. രാമൻ വനത്തിൽ പോയി കഴിഞ്ഞാൽ നിന്റെ പുത്രൻ സിംഹാസനം ഏൽക്കുന്ന പക്ഷം ഞാൻ അവനെ ഉപേക്ഷിക്കും. അവൻ എൻ്റെ പിതൃക്രമങ്ങൾ ചെയ്യുവാൻ പാടില്ല. നഗരവീഥികളിൽ കൂടി ഒരിക്കലും നടന്നിട്ടില്ലാത്ത എൻ്റെ രാമൻ ഇനി ഭീകരമായ വനത്തിലൂടെ നടക്കും. കയ്യിൽ കങ്കണങ്ങളും കാതിൽ കർണാഭരണങ്ങളും ഇല്ലാതെ ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇനി മുതൽ അവൻ മരവരിയും മാൻതോലും ധരിക്കണം. കാട്ടിൽ കായ്കനികളും കിഴകുകളും തിന്ന് ജീവിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ദയനീയാവസ്ഥയെപ്പറ്റി ചിന്തിച്ച് എൻ്റെ മനം പതറുകയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെപ്പറ്റി ഒരു ചിന്തയുമില്ലാത്ത സ്വാർത്ഥ ബലത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ക്രൂരകളും കൃതജ്ഞതകളുമായ സ്ത്രീകൾ മുഴുവനും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്നാൽ സ്ത്രീവർഗത്തെ ഒട്ടാകെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. ഭരതൻ്റെ അമ്മയെപ്പറ്റി മാത്രമേ അങ്ങനെ പറയേണ്ടതുള്ളൂ. രാമനെ കൂടാതെ എനിക്ക് ജീവിക്കുവാനാവില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? സൂര്യന് പ്രകാശമില്ലാതെയാവാം. ഇന്ദ്രൻ മഴ കൊണ്ട് ഭൂമിയെ നനച്ചില്ലെന്ന് വരാം. ഇതൊന്നുമില്ലാത്ത ലോകം നിലനിന്നു എന്ന് വരാം. എന്നാൽ എനിക്ക് രാമനെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാനാവില്ല. അയോധ്യ നിവാസികളുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. രാമൻ്റെ വനവാസത്തെപ്പറ്റി ആർക്കും ചിന്തിക്കുവാനാവില്ല. കൈകേയി, ഒരിക്കൽ കൂടി ഞാനിതാ നിന്റെ കാൽക്കൽ വീഴുന്നു. നീ എന്നിൽ കരുണ കാണിക്കില്ലേ? ഇരു കൈകളും നീട്ടി ദയ യാചിച്ചുകൊണ്ട് ദശരഥൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ പാദം തൊടും മുമ്പ് ബോധം കെട്ട് ഭൂമിയിൽ വീഴുകയും ചെയ്തു. കൈകേയിക്ക് ഒരിളക്കവും ഉണ്ടായില്ല. അവൾ നിന്ന നിലയിൽ ഉറച്ചു നിന്നു. അതുറപ്പായതോടെ ദശരഥൻ തൻ്റെ വിധയെ പഴിച്ചു. ബോധം വന്ന അദ്ദേഹം രാമൻ്റെ പല പല സൽഗുണങ്ങളെപ്പറ്റി സൗന്ദര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. വരാനിരിക്കുന്ന പ്രഭാവത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ദുഃഖത്താൽ വിറകൊണ്ടു. പ്രഭാതത്തിൽ രാമനോട് വേർപിരിയണം. സൂര്യൻ അസ്തമിച്ചിട്ട് വളരെ നേരം കഴിഞ്ഞിരിക്കുന്നു. രാത്രി കഴിയാറായിരിക്കുന്നു. രാജാവിന് അന്നത്തെ രാത്രി അവസാനിക്കാതിരിക്കട്ടെ എന്ന് തോന്നിപ്പോയി. ആകാശത്തേക്ക് നോക്കി അദ്ദേഹം പുലമ്പുവാൻ തുടങ്ങി. നക്ഷത്രങ്ങളാൽ ശോഭിതമായിട്ടുള്ള ഈ ആകാശത്തിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് ശോഷിച്ചാതിരിക്കട്ടെ. രാത്രി അവസാനിക്കരുതായിരുന്നു. ആ രാത്രി അവസാനിക്കരുതെന്നാണ് എൻ്റെ ആ മോഹം. സൂര്യൻ ഉദിച്ചു പൊങ്ങിയാൽ എൻ്റെ പുത്രൻ എന്നെ വിട്ടുപോകും. അല്ലാത്ത പക്ഷം രാത്രിയുടെ വേഗം അവസാനിക്കട്ടെ. പാപിയായ ഈ സ്ത്രീയുടെ കൂടെ കഴിയുവാൻ എനിക്ക് സാധ്യമല്ല. കഴിയുന്നതും വേഗം എനിക്കിവിടെ നിന്ന് പോകണം. വാഗ്ദാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുവാൻ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിച്ചു. എങ്കിലും അതിനോട് അദ്ദേഹം കഴിഞ്ഞില്ല. ഒടുവിൽ കഠിനമായ വേദനയാലും നിരാശയാലും രാജാവ് ബോധം വറ്റു വീണു. ആ ഘോര രാത്രി അങ്ങനെ അവസാനിച്ചു.
കൊട്ടാരങ്ങളിലെ പതിവനുസരിച്ച് രാജാവിനെ ഉണർത്തിയതിനായി സൂതാദികൾ അതിരാവിലെ കൈകേയിയുടെ അന്തഃപുരത്തിൽ വന്നു പാടുവാൻ തുടങ്ങി. രാജാവ് പാട്ട് നിർത്തുവാൻ അവരോട് ആജ്ഞാപിച്ചു. കാര്യങ്ങൾ ഉടനടി നടന്നു കാണുവാൻ വെമ്പൽ പൂണ്ട കൈകേയി രാജാവിനെ നോക്കി ഈ വിധം പറഞ്ഞു: അങ്ങ് എന്നോട് സത്യം ചെയ്തതനുസരിച്ച് എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങയോട് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടത് തരാമെന്ന് സത്യം ചെയ്ത ശേഷം ഇപ്പോൾ അങ്ങ് സത്യലംഘനത്തിനായി ഒരുങ്ങുകയാണ്. ചെറിയൊരു കാര്യം ഊതിപ്പെരിപ്പിച്ച് നിരത്ത് കിടന്നുകൊണ്ട് ആ കാര്യത്തിന് വിഘാതം സൃഷ്ടിക്കുകയാണ്. പ്രണവാക്ഷരം പോലെ പരിപാലനമായ സത്യം, ധർമ്മത കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളുടെ സമ്പത്തിനുള്ള മാർഗമാണ് സത്യം. സത്യം വേദങ്ങളുടെ സാരങ്ങളുടെ സർവസ്വവുമാണ്. അപ്രകാരമുള്ള സത്യത്തെ വിട്ട് അങ്ങ് ഈ വിധം പെരുമാറുന്നത് അങ്ങയെ സംബന്ധിച്ചോളം ലജ്ജാകരം തന്നെയാണ്. ഭയപീഡിതനായ ഒരു മാൻപേടയെ പോലെ രാജാവ് അങ്ങുമിങ്ങും നോക്കി. ശബ്ദത്താൽ ബദ്ധനായ അദ്ദേഹം നിസ്സഹായ അവസ്ഥയിലായി. അദ്ദേഹം പറഞ്ഞു: രാത്രിയിൽ ഇത് അവസാനിച്ചിരിക്കുന്നു. സൂര്യരശ്മികൾ ലോകത്തെ മുഴുവൻ പ്രകാശമാക്കിയിരിക്കുന്നു. സദസ്യരിൽ തലമുതിർപ്പ് കിരീടധാരണവും നടത്തുവാൻ ഉത്സുകരായി എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഉടൻ വന്നു ചേരും. അഭിഷേകത്തിന് വരുത്തി വെച്ചിട്ടുള്ള ജലം കൊണ്ട് രാമൻ ആസന്ന മരണനായി എനിക്ക് പിതൃതർപ്പണം ചെയ്തു കൊള്ളട്ടെ. ജനഹിതത്തിന് വിഘാതം സൃഷ്ടിച്ച് എനിക്ക് അവരെ നേരിടുവാനാവില്ല. ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കൈകേയിയുടെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. അവൾ പറഞ്ഞു: ഹേ രാജാവേ, ദുഃഖം മതിയാക്കൂ. എൻ്റെ പുത്രൻ ആളെ അയക്കൂ. അവനെ കിരീടധാരണം ചെയ്യിക്കൂ. രാമനെ നാട് കടത്തു. അതോടെ അങ്ങയുടെ ചുമതല തീരും. അങ്ങയുടെ ഈ സമയം പാഴാക്കലിന് ഞാനൊരു കാരണവും കാണുന്നില്ല. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ചാട്ടവാറടിയേറ്റ പോലെ ഒരു ഉത്തമാശ്വാസത്തെ പോലെ പെട്ടെന്ന് ചൂളിപ്പോയി. അദ്ദേഹം പറഞ്ഞു: എനിക്കെൻ്റെ രാമനെ കാണണം. ഇതിനിടയിൽ സൂര്യൻ കിഴക്കുതിച്ചു പൊങ്ങി. വസിഷ്ഠൻ ശിഷ്യന്മാരോടൊത്ത് കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ സഭാമന്ദിരത്തിൽ തടിച്ചുകൂടുവാൻ തുടങ്ങി. കൊട്ടാരമുറ്റത്തും വീടുകളിലും ജനങ്ങൾ തിങ്ങിക്കൂടി. രാജാവിൻ്റെ സാരഥിയായി സുമന്ത്രനെ വസിഷ്ഠൻ കണ്ടുമുട്ടി. വസിഷ്ഠൻ പറഞ്ഞു: സുമന്ത്ര, രാജാവ് ഇനിയും വന്നിട്ടില്ലേ? വേഗം പോയി എല്ലാം തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറയും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവും കാത്തിരിക്കുകയാണെന്നും പറയും. ഞാൻ അഗ്നി ചമച്ചിരിക്കുന്നുവെന്നും മഹാമുഹൂർത്തത്തിനായി സമയമായി എന്നും കൂടി പറഞ്ഞേക്കൂ. സുമന്ത്രൻ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് അതിവേഗം ചെന്നു. സൂതരെ പോലെ സ്തുതിഗീതം പാടിക്കൊണ്ടാണ് അദ്ദേഹം ചെന്നത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പ്രഭു ഉണർന്നാലും ആസന്നമായ മഹാസംഭവത്തിനൊരുങ്ങിയാലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. രാമന്റെ കിരീടധാരണത്തിന് സാക്ഷിഭൂതന്മാരാകുവാൻ നഗരവാസികളും ആഗമനം ഒത്തിക്കൂടിയിരിക്കുന്നു. അങ്ങയുടെ അഭിഷിഷ്ടമനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ വരവ് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. വസിഷ്ഠൻ മറ്റു പുരോഹിതന്മാരോടൊപ്പം വന്നു ചേർന്നിരിക്കുന്നു. സഭാമന്ദിരം ജനനിബിദ്ധമാണെങ്കിലും മഹാരാജാവിൻ്റെ മഹനീയമായ സാന്നിധ്യമില്ലാത്തതിനാൽ കേവലം ശൂന്യമാണ്. പശുപാലകനില്ലാത്ത ഗോവിന്ദ്രം പോലെയാണ്, അഥവാ സേനാനായകനില്ലാത്ത സൈന്യം പോലെയും ചന്ദ്രനില്ലാത്ത രാത്രി പോലെയും ഭരണാധിപനില്ലാത്ത രാജ്യം പോലെയുമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രാജാവിൻ്റെ ഉള്ളിൽ തട്ടി. പുണ്ണിൽ കൊള്ളി വിളിക്കും പോലെ അത് രാജാവ് സൂതനായ സുമന്ത്രൻ്റെ നേരെ നോക്കി. കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തൊട്ടിരുന്നു. ആ രാത്രി മുഴുവൻ നിദ്രാവിഹീനായിരുന്നുകൊണ്ടും ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമായി തീർന്നു അദ്ദേഹം. മുമ്പിൽ നിൽക്കുന്ന സുമന്ത്രനെ നോക്കി ദശരഥൻ പറഞ്ഞു: സുമന്ത്ര, അങ്ങയുടെ വാക്കുകൾ കേട്ട് എൻ്റെ ദുഃഖം വർദ്ധിക്കുകയാണ്. സംഭവഗതികളൊന്നും സുമന്ത്രന് മനസ്സിലായില്ല. എന്തോ പന്തികേടുണ്ടെന്ന് മാത്രം അദ്ദേഹത്തിന് തോന്നി. അതെന്താണെന്ന് ഊഹിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒന്നും പറയുവാൻ കഴിയാതെ നിന്ന രാജാവിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം അല്പം അകലെ മാറി നിന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കൈകേയി സുമന്ത്രൻ്റെ അടുത്ത് ചെന്ന് അഹങ്കാരത്തോടെ അധികാരഭാവത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു: സുമന്ത്ര, രാമനോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് പീഡിതനായ രാജാവ് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഉറക്കം തൂങ്ങുകയാണ്. വേഗം പോയി രാമനെ രാജാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇവിടുത്തെ കാര്യം കൊണ്ട് അങ്ങോട്ടും വിഷമിക്കണം. രാജ്ഞിയുടെ വാക്ക് കേട്ട് സുമന്ത്രന് ആശ്വാസം തോന്നി. രാമനെ കാണാമല്ലോ എന്നോർത്തും രാമൻ്റെ അഭിഷേകം രാജാവ് ഉടൻ നടത്തുമെന്ന് വിചാരിച്ചും അദ്ദേഹം രാജസന്നിധിയിൽ നിന്ന് അതിവേഗം നടന്നുപോയി. അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു: കിരീടധാരണത്തിനായി മുമ്പ് വന്ന രാജാവിന് എന്തെങ്കിലും രാമനോട് ആലോചിക്കുവാനുണ്ടാവും. അതുകൊണ്ടാവും രാമനെ ചെറിയ രാജ്ഞിയുടെ അന്തഃപുരത്തിലേക്ക് വരുത്തുന്നത്. രാമൻ്റെ ജമലഗ്നമായ കർക്കിടകം ആസന്നമാകുന്ന നിലയിലായി. പുരുഷ നക്ഷത്രം ചന്ദ്രനോട് ചേർന്ന് കഴിഞ്ഞു. കിരീടധാരണത്തിനുള്ള സമയമായി തുടങ്ങി. സുമന്ത്രൻ രാമന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചപ്പോൾ സമുദ്രത്തിൽ ഇരുമ്പൽ പോലെ ഇടവിടാതുള്ള ഒരു ആരവം അവരുടെ കേൾക്കുമാറായി. പോകും വഴി പലരും അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു: രാജാവ് എവിടെ? അദ്ദേഹം ഇനിയും സഭാമന്ദിരത്തിലേക്ക് വരാത്തതെന്താണ്? സൂര്യൻ ഉദിച്ചു പൊങ്ങിക്കഴിഞ്ഞു, എന്നിട്ടും രാജാവ് പള്ളിയറയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലേ? സുമന്ത്രൻ പറഞ്ഞു: രാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ രാജാവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്.
നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള കാര്യം തീർച്ചയായും ഞാൻ രാജാവിനെ അറിയിക്കാം. കിരീടധാരണത്തിനുള്ള സമയമായി തുടങ്ങി എന്നും അറിയിക്കാം. സുമന്ത്രൻ കൈകേയിയുടെ അന്തഃപുരത്ത് വാക്കിൽ നിന്നും മടക്കി ചെന്ന് ഒരിക്കൽ കൂടി രാജാവിനെ ഉണർത്തുവാൻ ശ്രമിച്ചു. ദശരഥൻ ദുഃഖത്തോടെ അദ്ദേഹത്തെ നോക്കി മന്ദസ്വരത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്തു: സുമന്ത്ര, രാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാൻ പറഞ്ഞില്ലേ? വേഗം പോകും. എൻ്റെ ഉണ്ണിയെ എനിക്കിപ്പോൾ കാണണം. അവനെ കൂട്ടിക്കൊണ്ടുവരും. അവിടുത്തെ അന്തരീക്ഷം കണ്ട് പരിഭ്രമിച്ച സുമന്ത്രൻ മറ്റൊന്നും ചിന്തിക്കാൻ നിന്നില്ല. അദ്ദേഹം രാമൻ്റെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. തിരക്ക് മൂലം അദ്ദേഹത്തിന് കടന്നു പോകുവാൻ കുറച്ചു സമയം വേണ്ടി വന്നു. അധികം താമസിയാതെ അദ്ദേഹം രാമൻ താമസിക്കുന്ന കൊട്ടാരത്തിലെത്തി. രാമൻ്റെ കൊട്ടാരം കൈലാസ ശിഖരം പോലെ തന്നെ, അഥവാ സാക്ഷാൽ ഇന്ദ്രപുരി പോലെയായിരുന്നു. അത് പുഷ്പങ്ങൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും ഭൂമിയിൽ കാണപ്പെടുന്ന സകല സുഗന്ധ വസ്ത്രങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരുന്നു. കടഞ്ഞെടുത്ത കവാടങ്ങളും കുത്തുപണി ചെയ്ത ശില്പങ്ങളും രത്നഖചിതമായ പല പ്രവേശന ദ്വാരങ്ങളും അതിനുണ്ടായിരുന്നു. സംഗീതധ്വനി മുഴങ്ങുന്ന പക്ഷികളും നൃത്തമാടുന്ന മയിലുകളോടും കൂടിയുള്ള ഉദ്യാനങ്ങൾ ആ കൊട്ടാരത്തിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടി. സുമന്ത്രൻ രഥവുമായി രാമന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് അയോധ്യയിലെ പൗരന്മാർ കണ്ടു. രാജകുമാരനെ കൂട്ടിക്കൊണ്ടുവരാനാണ് അതെന്നറിഞ്ഞ് അവർക്കിടയിൽ വലിയ ഉത്സാഹത്തിമുറുപ്പുണ്ടായി. സുമന്ത്രൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാമന്റെ പ്രിയങ്കരനായ ശത്രുഞ്ജയൻ എന്ന ആന അവിടെ ഉണ്ടായിരുന്നു. സുമന്ത്രൻ അകത്തു കിടന്ന് കാവൽക്കാരനോട് പറഞ്ഞു. സുമന്ത്രൻ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു. രാജകുമാരൻ അഭിവാദനം നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നതായി പവി പറയും. സന്ദേശം രാമന്റെ അടുത്തെത്തി. അച്ഛൻ്റെ വിശ്വസ്ത പരിചാരകനും വൃദ്ധനുമായ സൂതനെ വേണ്ട വിധം ആദരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ രാമൻ ആവശ്യപ്പെട്ടു. സുമന്ത്രൻ അടുത്തു ചെന്നു. സ്വർണാഭമായ ഒരു കട്ടിലിൽ രാമൻ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. സുമന്ത്രനെ കണ്ട് രാമൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും വശ്യതയും കണ്ട് സുമന്ത്രൻ്റെ കണ്ണഞ്ചിപ്പോയി. ഉടൻ അദ്ദേഹം കണ്ണു തുറന്നു. രാമൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം അത്ര മഹനീയമായിരുന്നു. രാമൻ പട്ടുവസ്ത്രം ഉടുത്തിരുന്നു. ചാമരം കയ്യിലേന്തി സീത അരികെ നിന്നിരുന്നു. അവർ ചന്ദ്രനും ചിത്ര നക്ഷത്രവും പോലെ തോന്നപ്പെട്ടു. ആ രാജകുമാരന് മുമ്പിൽ സുമന്ത്രൻ കുമ്പിട്ടു. വിനീതനായ അദ്ദേഹം പറഞ്ഞു: രാമ, അങ്ങയുടെ പിതാവ് അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം രാജ്ഞി കൈകേയിയോടൊപ്പമുണ്ട്. ഉടൻ അങ്ങയെ കൂട്ടിക്കൊണ്ടുവരുവാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. മന്ദഹാസത്തോടെ രാമൻ ആ ആദേശം സ്വീകരിച്ചു. സീതയെ നോക്കി ഇങ്ങനെ പറയുകയും ചെയ്തു: സീതേ, രാജാവും എൻ്റെ അമ്മയും അവിടെ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന സംഭവത്തെപ്പറ്റി എന്നോട് കൂടിയാലോചിക്കാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ഈ അമ്മ കൈകേയി എപ്പോഴും എൻ്റെ നന്മയെപ്പറ്റി ചിന്തിക്കുന്നവളാണ്. എന്തോ ഒരു പുതിയ ചിന്ത അമ്മയുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട്. രാജാവിനത് എന്നോട് പറയുകയും വേണം. എൻ്റെ അമ്മ അച്ഛനെ ഇഷ്ടാനുസരണീയാണ്. അവൾ അച്ഛനെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. ഏതോ ഒരു നല്ല കാര്യത്തിന് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് സുമന്ത്രൻ വന്നിരിക്കുന്നത്. കാര്യം ശുഭമാവാനേ തരമുള്ളൂ. കാരണം അവർ രണ്ടുപേരും എൻ്റെ ശുഭകാംക്ഷികളാണ്. എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്നിട്ടുള്ള ഈ സുമന്ത്രനാകട്ടെ അച്ഛൻ്റെ വലിയ സുഹൃത്തുമാണ്. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വേഗം ചെല്ലട്ടെ. അതുവരെ ഇവിടെ കാത്തു നിൽക്കും. ഞാൻ വേഗം മടങ്ങി വരാം. സീത ഒന്നും പറഞ്ഞില്ല. വാതിൽക്കൽ വരെ അവൾ രാമനെ അനുഗമിച്ചു. അദ്ദേഹം രഥത്തിൽ കയറിപ്പോകുന്നത് അവൾ നോക്കി നിന്നു. അവളെല്ലാം ദേവന്മാരോടും പ്രാർത്ഥിച്ചു. നിശബ്ദമായി ഇങ്ങനെ പറയുകയും ചെയ്തു: ഇന്നെൻ്റെ നാഥന് കിരീടധാരണം നടത്തുവാൻ രാജാവ് തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ രക്ഷിക്കണേ. ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ എന്നിവർ അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. അദ്ദേഹം ദീക്ഷയെടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണം. അദ്ദേഹത്തെ കാത്തന്വേഷിക്കുകയും വേണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കൂട്ടിൽ നിന്നിറങ്ങുന്ന സിംഹത്തെ പോലെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന രാമനെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. ആശ്രേഷ്ഠമായ രഥം നീങ്ങി. രത്നാങ്കിതമായ രഥം മേഘനാഥം പോലെയുള്ള ശബ്ദത്തോടും കൂടി വേഗതയും ഭംഗിയുമുള്ള കുതിരകൾ പൂട്ടിയതുമായിരുന്നു. രാജവീഥികളിൽ കൊട്ടാരത്തിന് മുമ്പിലും ജനക്കൂട്ടം തിങ്ങി നിൽക്കുന്നതിനാൽ രഥം വളരെ സാവധാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അതൊരു മനോഹരമായ ദൃശ്യമായിരുന്നു. ഗ്രഹങ്ങളുടെ മൂട്ടാവുകളും വായുദാനങ്ങൾക്കും സ്ത്രീകൾ തിങ്ങി നിന്നിരുന്നു. അവർ രഥത്തിന്മേൽ പുഷ്പവർഷം ചൊരിഞ്ഞു. ജനങ്ങൾ സ്നേഹപൂർവ്വം ആർപ്പ് വിളിച്ചു. രാമനെ ഏറ്റവും സ്തുതിച്ചുകൊണ്ടേയിരുന്നു. രഥം സാവധാനത്തിൽ നീങ്ങി. ജനങ്ങൾ പരസ്പരം പറഞ്ഞു: ഇന്നു മുതൽ ഈ രാജകുമാരൻ സകല ഗുണങ്ങളും തികഞ്ഞ ഈ യുവാവ് നമ്മുടെ രാജാവായി തീരുമെന്നതിനാൽ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെ. നമ്മൾ എന്നുമെന്നും സ്മരിക്കേണ്ടതായ ഒരു സുദിനമാണിന്ന്. രഥം രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാമൻ രഥത്തിൽ നിന്നിറങ്ങി. സുമന്ത്രനാൽ നീതനും പിന്നിൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ലക്ഷ്മണനാൽ പിന്തുടരപ്പെട്ടവരും അദ്ദേഹം തൻ്റെ മാതാവായ കൈകേയിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാമൻ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് അതിവേഗം പോയി. അച്ഛനെ കാണുവാൻ അദ്ദേഹത്തിന് ധൃതിയായിരുന്നു. ലക്ഷ്മണൻ പുറത്ത് വാതിൽക്കൽ നിന്നു. രാമൻ അകത്ത് പ്രവേശിക്കുകയും ചെയ്തു.
രാമൻ അച്ഛനെ നോക്കി. ദശരഥൻ രത്നചിത്തമായി കട്ടിലിരിക്കുകയായിരുന്നു. ഭരതമാതാവായ കൈകേയി അദ്ദേഹത്തിൽ നിന്ന് അല്പം ദൂരെയായി നിന്നിരുന്നു. അസ്വാഭാവികമായ ഒരു നിശബ്ദതയാണ് അവിടെ കാണപ്പെട്ടത്. രാമന് പരിഭ്രമമായി. ഒന്നുകൂടി അച്ഛൻ്റെ നേരെ നോക്കി. ഒരു സത്യം പറഞ്ഞ ഋഷിയുടെ മുഖം പോലെ തോന്നപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുഖം. എന്തോ അസഹ്യമായ ഒരു മനോവേദന അനുഭവിക്കുകയാണ് തൻ്റെ പിതാവ് എന്ന് രാമന് കാണുവാൻ കഴിഞ്ഞു. സാധാരണയായി സദാ ഉണ്ടാകാറുള്ള മനസ്സന്തോഷത്തിൻ്റെ ഒരു കണിക പോലും രാമൻ അദ്ദേഹത്തിൽ കണ്ടില്ല. കണ്ണ് രണ്ടും അടച്ച് ദുഃഖത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു രാജാവ് അവിടെ ഇരുന്നത്. പരിതാപകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. രാമൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. താൻ ആരാണെന്ന് അറിയിച്ചു. ഇരു കൈകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പാദം തൊട്ടു നമസ്കരിച്ചു. രാജാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് കണ്ണു തുറക്കുവാൻ കഴിഞ്ഞില്ല. രാമ എന്ന് വിളിക്കുവാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു. അസാധാരണമായ ഈ കാഴ്ച കണ്ട് അദ്ദേഹം നടുങ്ങി. അത് ഭയാനകമായിരുന്നു. അറിയാതെ ഒരു പാമ്പിനെ ചവിട്ടി എന്ന പോലെയായി തീർന്നു രാമൻ. രാജാവ് അസഹ്യമായ വേദന കൊണ്ട് പുളയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ പോലും വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നി. രാഹുഗ്രസ്തയായ സൂര്യനെ പോലെയായിരുന്നു അദ്ദേഹം. പിതാവിൻ്റെ ദുഃഖത്തിനുള്ള കാരണം ഊഹിക്കുവാൻ രാമന് കഴിഞ്ഞില്ല. അത്യന്തം വ്യാകുലനായി അവിടെ നിന്നുകൊണ്ട് രാമൻ ഇങ്ങനെ സ്വയം ചിന്തിച്ചു. ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാദ്യമാണ്. ഒരു മന്ദമൃദാസം, ഒരു ആശ്ലേഷണം, സ്നേഹസമൃദ്ധമായ ഒരു വാക്ക് എന്നിവയില്ലാതെ എൻ്റെ പിതാവ് എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്താണെന്നുണ്ടായത്? എന്താണ് മിണ്ടാത്തത്? ഞാൻ വല്ല അപരാധവും ചെയ്തോ? ആരോടെങ്കിലും കോപിച്ചിരിക്കുകയാണെങ്കിൽ പോലും എന്നെ കണ്ടാൽ അദ്ദേഹം മന്ദഹസിക്കും. ഇന്ന് അദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ് കാണപ്പെടുന്നത്. പിതാവിൻ്റെ നേർക്ക് കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. രാമൻ അദ്ദേഹം കയ്യെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, അച്ഛൻ എന്നോട് കോപിച്ച പോലെ തോന്നുന്നു. ഇത് പറയുമ്പോൾ രാമൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വേദന പ്രകടമായിരുന്നു. അച്ഛനെ ഈ നിലയിൽ കണ്ട അദ്ദേഹം കഠിന ദുഃഖം അനുഭവിച്ചു. അദ്ദേഹം കൈകേയിയോട് ചോദിച്ചു, രാജാവായ എൻ്റെ അച്ഛനോട് ഞാൻ എന്തപരാധമാണ് ചെയ്തതെന്ന് എന്നോട് പറയൂ. അദ്ദേഹത്തിന് അനിഷ്ടമായി ഒരിക്കൽ പോലും ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദയവായി എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞ് സമാധാനിപ്പിക്കണേ. അദ്ദേഹം എന്നോട് എപ്പോഴും മധുര സ്വഭാവമേ കാണിച്ചിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹം ദുഃഖിതനായതെല്ലാം എന്നോട് സംസാരിക്കുവാൻ പോലും വിമുഖത കാണിക്കുന്നത് എനിക്കത് സഹിക്കുവാനാവുന്നില്ല. അദ്ദേഹത്തിന് സുഖമല്ലേ? അതോ മാനസികമായ വല്ല അസ്വസ്ഥയുമുണ്ടോ? ദുഃഖത്തിന് എളുപ്പം വശംവദയാകുന്ന പ്രകൃതക്കാരനല്ല അദ്ദേഹം. അദ്ദേഹം അവയ്ക്കൊക്കെ അതീതനാണ്. എൻ്റെ സഹോദരന്മാരായ ഭരതനെ പറ്റിയോ ശത്രുഘ്നെ പറ്റിയോ എന്തെങ്കിലും അല്പസൂചന കേൾക്കുകയിൽ നിന്ന് കിട്ടിയിരുന്നു, എന്തെങ്കിലും ആവൽ സൂചന കേകയത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ കരുതട്ടെ. പിതാവ് ഒരാൾക്ക് പ്രത്യക്ഷ ദൈവമാണ്. ഞാൻ അനുദിനം പൂജിക്കുന്ന ഈ ഈശ്വരൻ എൻ്റെ പിതാവാണ്. അദ്ദേഹം തുച്ഛിച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെ കാണും? ഭവതിയോട് ഞാനിത് ചോദിക്കാതെ ഞാനിതാണ്. ഭവതി സന്ദർഭശത്താൽ എന്തെങ്കിലും പൗരുഷവാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അമ്മേ, എൻ്റെ പിതാവ് ഗ്രഹണത്തിൽപ്പെട്ട ചന്ദ്രനെ പോലെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദയവായി എന്നോട് പറയും. രാമൻ പറഞ്ഞു കേട്ടപ്പോൾ പരുക്ഷവും ഹൃദയശൂന്യവുമായ വാക്കുകളാണ് കൈകയിൽ നിന്നുണ്ടായത്. രാജാവിൻ്റെ ശ്രവണപ്പുടങ്ങൾ ഇടിനാദം പോലെ തോന്നിയ ആ വാക്കുകൾ ഉപയോഗിക്കാൻ അവൾക്കൊരു സങ്കോചവും ഉണ്ടായില്ല. അവൾ പറഞ്ഞു, രാമ, രാജാവ് നിന്നോട് കോപിച്ചിട്ടില്ല. അദ്ദേഹം അസ്വസ്ഥനുമല്ല. ഭരതനും ശത്രുഘ്നും സുഖമായിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന ഭയം കൊണ്ട് അദ്ദേഹം നിന്നോട് സംസാരിക്കുവാൻ മുതിരാത്തതാണ്. പറയാനുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് പുറത്തു വരുന്നില്ലെന്ന് മാത്രം. കൈകേയി ഒന്ന് നിർത്തി. അവളുടെ മുഖം ശാന്തവും അപ്യശോധവുമായിരുന്നു. ജനതാപത്തെപ്പറ്റി അവർ ചിന്തിച്ചതേയില്ല. അവളത് എന്നും ഒരു കുറ്റക്കാരി എന്നൊന്നും അവൾ വിചാരിച്ചില്ല. അക്ഷന്തിമമായ ഒന്നാണ് താൻ ചെയ്യുന്നതെന്ന് അവൾക്ക് തോന്നിയില്ല. രഘുവംശ പാരമ്പര്യത്തിന് യോജിക്കാത്ത ഒരു പ്രവൃത്തിയാവും അതുമെന്നും അവൾ ഓർത്തില്ല. അവൾ തുടർന്നു, അദ്ദേഹം എന്നോട് ചെയ്ത വാഗ്ദാനം നീ പാലിക്കണം. നീ അത് സഫലീകരിക്കണം. പിതാവിനെക്കുറിച്ചുള്ള ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന രാമൻ്റെ സുന്ദരമുഖം കൈകേയി നോക്കി കണ്ടു. അവൾ പറയുവാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള അക്ഷമ ആ മുഖത്ത് തെളിഞ്ഞു നിന്നു. കൈകേയി പറയുന്നത് അദ്ദേഹം ഔത്സല്യപൂർവ്വം കേട്ടിരുന്നു. കൈകേയി പറഞ്ഞു, ഒരിക്കലും ഈ രാജാവ് എനിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. എന്നോട് ഏറ്റവും സന്തുഷ്ടനായ സമയത്താണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അത് നിറവേറ്റി തരാമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുകയാണ് അദ്ദേഹം. അന്നത്തെ വാഗ്ദാനത്തെപ്പറ്റി അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ എല്ലാം നശിച്ചാണ് അണകെട്ടുവാൻ ശ്രമിക്കുന്ന ഒരു പടുവിഡ്ഢിയെ പോലെ. സമ്മതം തന്ന ശേഷം അദ്ദേഹം വാക്കുമാറ്റുവാൻ ശ്രമിക്കുകയാണ്. നിന്നോടുള്ള സ്നേഹം മൂലം അസത്യവാദിയാകുകയാണ് അദ്ദേഹം. രാമ, സജ്ജനങ്ങളുടെ യഥാർത്ഥ ലക്ഷണം ധർമ്മമാർഗം ആചരിക്കുക, സത്യം പറയുക, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നിവയാണെന്ന് ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. സ്വർഗപ്രാപ്തിക്കുള്ള വഴി ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അതങ്ങനെയിരിക്കെ പുത്രസ്നേഹം നിമിത്തം രാജാവ് ധർമ്മസംഭം വരുത്തിയിരുന്നു.
നിന്റെ അച്ഛൻ എനിക്ക് നൽകിയ വരങ്ങളിലെ വ്യവസ്ഥകൾ നീ നിറവേറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നിന്നോട് പറയാം. അച്ഛൻ്റെ മാനം രക്ഷിക്കേണ്ടത് മകൻ്റെ ചുമതലയാണ്. അതിനെപ്പറ്റി അദ്ദേഹം ഒരിക്കലും നിന്നോട് പറയുകയുണ്ടാവില്ല. എന്നാൽ ഞാൻ നിന്നെ അറിഞ്ഞിടത്തോളം നീ വേണ്ടത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിനെപ്പറ്റി നിന്നോട് പറയാം. രാമൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ സങ്കടപ്പെടുന്നത് അദ്ദേഹം കണ്ടു. കൈകേയിയുടെ വാക്കുകൾ അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. അവളുടെ ശബ്ദം ഇത്ര കഠിനവും പരുക്ഷവുമായി അദ്ദേഹം ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു. അവളുടെ മുഖത്തിൻ്റെ മനോജ്ഞതയും മൃദുഭാവവും അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അമ്മേ, രാമൻ പറഞ്ഞു. അമ്മ ഇതെന്നോട് പറയരുത്. അത് ചെയ്യുമെങ്കിൽ എന്ന് എന്നോട് പറയരുത്. അച്ഛനോട് എൻ്റെ കർത്തവ്യബോധം, ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അച്ഛൻ ഇച്ഛിച്ചാൽ അതനുസരിക്കുന്നതിലും ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കുവാനാവില്ല. എൻ്റെ അച്ഛൻ്റെ ഇച്ഛ അതാണെങ്കിൽ കത്തിക്കാളുന്ന തീയിൽ ചാടാനും യാതൊരു മടിയും കൂടാതെ വിഷാപാനം ചെയ്യുവാനും സമുദ്രത്തിൽ മുങ്ങിച്ചാവാനും ഞാൻ മടിക്കുകയില്ല. നിമിഷ നേരമെങ്കിലും അക്കാര്യത്തിൽ എന്നെ സംശയിച്ചതിൽ എനിക്ക് വേദനയുണ്ട്. എൻ്റെ കാരണവും ഗുരുവും സത്തും മഹത്വവുമായി എനിക്ക് വേദനയുണ്ട്. എൻ്റെ കാരണവും ഗുരുവും സത്തും മഹത്വവുമായി എനിക്ക് എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം കാരണവും എൻ്റെ പിതാവാണ്. ആ പിതാവിൻ്റെ അടിമയാണ് ഞാൻ. എന്നോട് പറയൂ അമ്മേ, പിതാവ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? രാമൻ ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. ഞാനിതാ സത്യം ചെയ്യുന്നു. രാമൻ ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. പറഞ്ഞു ഉറപ്പിക്കുവാൻ രാമനൊരു പുരുവാർത്തനം ആവശ്യമില്ല. അച്ഛൻ്റെ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് ദയവായി എന്നോട് പറയും. ധർമ്മത്തോട് അങ്ങേയറ്റം കൂറുള്ള, സത്യത്തിൽ ഉറച്ച വിശ്വാസമുള്ള മഹാനായ രാജകുമാരനോട് കൈകേയി പറയുവാൻ തുടങ്ങി. ശാന്തമായും വികാരരഹിതമായും അവൾ പറഞ്ഞു, രാമ, വളരെ കാലം മുമ്പ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ സ്വർഗത്തിൽ വെച്ചൊരു യുദ്ധമുണ്ടായി. നിന്റെ പിതാവിന് ഇന്ദ്രനെ സഹായിക്കുന്നതിനായി സ്വർഗത്തിൽ പോയിരുന്നു. ഞാനും അദ്ദേഹത്തോടൊപ്പം പോയി. രാജാവിൻ്റെ ജീവനെ രക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചു. അതിൽ സന്തോഷിച്ച അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ തന്നു. എനിക്ക് ആവശ്യമായി വരുമ്പോൾ അവ ചോദിച്ചു കൊള്ളാമെന്ന് ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ആ 2 വരങ്ങൾ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് അത് തരാതെ നിവൃത്തിയില്ല. നിനക്ക് പകരം ഭരതനെ കിരീടധാരണം നടത്തണമെന്നും നിന്നെ 14 കൊല്ലത്തേക്ക് ദണ്ഡകാരണത്തിലേക്ക് അയക്കണമെന്നുമാണ് വരമായി ഞാൻ ആവശ്യപ്പെട്ടത്. സത്യം പാലിക്കുവാൻ രാജാവിനെ സഹായിക്കേണ്ടത് നിന്റെ കടമയാണ്. ഈ വ്യവസ്ഥകൾ സമ്മതിച്ച് രാജാവ് എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുവാൻ നീ സഹായിക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അധർമ്മി എന്ന് പറയാതെ കഴിക്കാം. നീ അയോധ്യ വിടണം. ഭരതനെ കിരീടധാരണം ചെയ്യണം. മരവരിയും മാൻതോലുമെടുത്ത് നീ 14 വർഷക്കാലം ദണ്ഡകാരണത്തിൽ ജീവിതം കഴിക്കണം. ഈ ഭൂമി ഭരതം ഭരിക്കും. നിന്നോടുള്ള സ്നേഹം മൂലം രാജാവ് അന്ധനായിരിക്കുകയാണ്. സത്യലംഘനം കൊണ്ട് അധർമ്മിയായി തീരുവാൻ നോക്കുകയാണ് അദ്ദേഹം. വാക്കുപാലിക്കാൻ നിർബന്ധിതരായ അദ്ദേഹത്തിന് നിന്റെ നേരെ നോക്കുവാൻ കൂടി വയ്യാത്ത നിലയിലാണ്. ഞാൻ പറഞ്ഞത് നീ ചെയ്യണം. ഈ വംശപരമ്പരയിലെ ഒരു അമൂല്യ രത്നമാണ് നീ. നീ നിന്റെ അച്ഛൻ്റെ സൽപ്പേര് നിലനിർത്തണം. രാമൻ സന്തോഷം, സങ്കടം, ദുഃഖം, സുഖം എന്നീ ദ്വന്ദ്ഭാവങ്ങളൊന്നുമില്ലാതെ ശാന്തനായി വർദ്ധിച്ചു. ഇച്ഛാഭംഗത്തിൻ്റെയോ കോപത്തിൻ്റെയോ ഒരു കണിക പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണപ്പെട്ടില്ല. അവളുടെ പരുഷവാക്കുകൾ അദ്ദേഹത്തിന് അല്പം പോലും മ്ലാനതയുണ്ടാക്കിയില്ല. രാജാവിലാണ് ദുഃഖം കാണപ്പെട്ടത്. അദ്ദേഹം ദുഃഖം കൊണ്ട് കേഴുകയായിരുന്നു. രാമൻ കൈകേയിയുടെ നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തിനു സംശയിക്കുന്നു അമ്മേ? ഞാൻ മാന്തോലും വരമയും എടുത്ത് അമ്മ പറയും പോലെ ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ്റെ വാഗ്ദാനം തെറ്റിക്കുവാൻ ഞാൻ അനുവദിക്കില്ല. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. എപ്പോഴും ചെയ്യാറുള്ള പോലെ രാജാവ് എന്താണ് എന്നെ സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കാത്തത്? അമ്മേ, എൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യുമെന്ന് ഞാനിത് അമ്മയോട് ശപഥം ചെയ്യുന്നു. ഞാൻ കാട്ടിലേക്ക് പോകും. അച്ഛന് വേണ്ടി അമ്മയുടെ ഇഷ്ടം ഞാൻ അനുസരിക്കും. ഈശ്വരതുല്യനായ എൻ്റെ പിതാവിനോട് സ്വപ്നത്തിൽ പോലും ഞാൻ അനുസരണക്കേട് കാട്ടുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എന്നെ വേദനിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. എൻ്റെ പ്രിയ സഹോദരനെ കിരീടധാരണം ചെയ്യുന്നുള്ള എന്നുള്ള സന്തോഷ വാർത്ത രാജാവ് എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല? എനിക്ക് ഭരതനോടുള്ള സ്നേഹത്തെപ്പറ്റിയാണെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തെ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളെ, സീതയെ, എൻ്റെ ജീവനെ പോലും ഭരതന് വേണ്ടി ഉപേക്ഷിക്കുവാൻ ഒരുക്കമാണ്. ഞാനത് സസന്തോഷം ചെയ്യും. അങ്ങനെയിരിക്കെ രാജാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാനത് മടക്കിക്കാമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? ഇനിയെങ്കിലും രാജാവ് ഒന്ന് സന്തോഷിച്ചു കാണുവാൻ കഴിഞ്ഞെങ്കിൽ. ഇനിയും അദ്ദേഹം കരയുന്നത് എന്തിനാണമ്മേ? ദയവായി കേയത്തിലേക്ക് ഉടനെ ദൂതന്മാരെ അയക്കും. ഭരതനെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ പറയും. ഞാൻ ഉടൻ കാട്ടിലേക്ക് പുറപ്പെടാം. രാമൻ കൈകൾ കൂപ്പി നിന്നു. കൈകേയി വിജയഭാവത്തിൽ തലയൊന്ന് കുണുക്കി രാജാവിൻ്റെ നേരെ നോക്കി, പിന്നെ രാമൻ്റെ നേരെയും. രാമ, അവൾ പറഞ്ഞു, ഭരതനെ കേകയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഞാൻ വേഗം ദൂതന്മാരെ അയക്കുന്നുണ്ട്. ഭരതൻ വരുന്നതുവരെ നീ താമസിക്കേണ്ട. നീ ഉടൻ തന്നെ ദണ്ഡകാരണത്തിലേക്ക് പുറപ്പെടണം. നിന്നോടുള്ള അതിയായ വാത്സല്യ നിമിത്തമാണ് രാജാവ് നിന്നോട് സംസാരിക്കാത്തത്. ഇത് അദ്ദേഹത്തിൻ്റെ ലജ്ജാവന മൃഗമായി നോക്കിയാൽ ഇരിക്കുകയാണ്.
നീ നഗരം വിട്ടു പോകും വരെ നിന്റെ അച്ഛൻ സ്നാനാബ്ദികൾക്കൊന്നും കഴിക്കുകയുണ്ടാവില്ല. രാമൻ തൻ്റെ ഇരു ചെവികളും പൊത്തിക്കൊണ്ട് ശാന്തം, പാപം എന്ന് തന്നെ താൻ പറഞ്ഞു നിന്നു. രാജാവ് മന്ദസ്വരത്തിൽ പറഞ്ഞു, എന്തൊരു ലജ്ജാകരമായ അവസ്ഥയാണിത്. എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സഹായനായിരിക്കുന്നു ഞാൻ. ദേഹമാസകലം ചിന്നി ഭിന്നമാകുമെന്ന് തോന്നും വിധം നെടുവീർപ്പ് കൊണ്ട് അദ്ദേഹം ബോധം മറ്റ് കട്ടിലിൽ വീണു. രാമൻ ഓടിച്ചെന്ന് പരിഭ്രമത്തോടെ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചാട്ടവാറടിയേറ്റ കുതിര ചൂടും പോലെ കൈകേനിയിൽ പ്രയോജിപ്പിക്കുന്ന രാമൻ മൃദുമന്ദഹാസത്തോടു കൂടി ശോകപൂർണമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഇനിയും അമ്മയ്ക്കെന്നെ മനസ്സിലായിട്ടില്ലേ? ധനയാശ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാവരെയും പോലെ ആഡംബരപൂർവ്വം ജീവിക്കണമെന്ന ആശയും എനിക്കില്ല. ഋഷിമാരെ പോലെ ധർമ്മമാർഗം പിന്തുടരുവാൻ കഴിയണമെന്നേ എനിക്കുള്ളൂ എന്നമ്മ മനസ്സിലാക്കുവാൻ കൊള്ളാം. മറ്റൊന്നിനും എനിക്ക് ആഗ്രഹമില്ല. ഈശ്വരതുല്യനായ എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ മനുഷ്യപ്രയത്നം കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്യും. ഭയം വേണ്ട. ദേവി കൈകേയി ഒരു കാര്യത്തിൽ അമ്മ എന്നോട് വിശ്വാസം കാണിച്ചില്ല. ഇത് ചെയ്യാമെന്ന് അമ്മയാണ് എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാനത് അനുസരിക്കുമായിരുന്നു. അമ്മയ്ക്കെന്നിൽ വിശ്വാസം കുറവായതിനാലാണ് അമ്മ രാജാവിനെ സമീപിച്ചത്. അങ്ങനെ അമ്മ എന്നെ അപമാനിച്ചതിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. അച്ഛനോടെന്ന പോലെ അമ്മയോടും എനിക്ക് സ്നേഹമില്ലേ? ഞാൻ അമ്മയെ നിരുപാധികം അനുസരിക്കുമായിരുന്നു. പോട്ടെ, അത് സാരമില്ല. ഞാനിപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി അനുമതി നേടാം. എനിക്കമ്മയെ സമാധാനിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ സ്ഥിതിവിശേഷം ഒരാദത്തല്ല എന്ന് എനിക്കമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇതിനെപ്പറ്റി ഞാൻ സീതയോട് പറയും. പിന്നെ എനിക്ക് നിർമ്മാതരുടെയും ഗോദാവരിയുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടാം. അച്ഛൻ്റെ ശുശ്രൂഷ ഭരത ഏറ്റെടുക്കട്ടെ. മാതാപിതാക്കന്മാരെ സേവിക്കലാണ് പ്രധാനം. യഥാർത്ഥത്തിൽ ഇതാണ് മറ്റു പുരുഷാർത്ഥങ്ങളിൽ എത്തിയിരിക്കുന്നത്. അമ്മേ, എൻ്റെ അച്ഛനെ വേണ്ട പോലെ കാത്തു രക്ഷിക്കുക. പുത്രൻ എന്ന നിലയിലും ഭരണകർത്താവെന്ന നിലയിലും ഭരതൻ വീഴ്ച വരുത്തിയില്ലെന്ന് ഉറപ്പുവരുത്തുക. രാജാവ് വാവിട്ട് കരയുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ദുഃഖം നിയന്ത്രണാതീതമായി. രാമൻ അവിടെ നിന്നൊഴിഞ്ഞു മാറുകയോ നിവൃത്തികേടുണ്ടായിരുന്നുള്ളൂ. ഒന്നും പറയാതെ അദ്ദേഹം അച്ഛൻ്റെ കാൽക്കൽ വീണു. തൻ്റെ കൈകൾ കൊണ്ട് അച്ഛൻ്റെ കാലുകൾ മുറുക്കി പിടിച്ചുകൊണ്ട് അവരുടെ ശിരസ് വെക്കുകയും ചെയ്തു. അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം കൈകേയിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവളുടെ പാദാംശങ്ങൾ ശിരസിൽ ധരിച്ച ശേഷം അദ്ദേഹം ഒന്നും മിണ്ടാതെ മുറിവിട്ടിറങ്ങി. അച്ഛൻ്റെ നെടുവീർപ്പുകളും നിലവിളിയും അദ്ദേഹം കേട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ടും ഉറച്ച പാദങ്ങൾ വെച്ച് അദ്ദേഹം നടന്നു നീങ്ങി. എല്ലാം കേട്ടുകൊണ്ട് വാതിക്കൽ നിൽക്കുകയായിരുന്നു ലക്ഷ്മണൻ. അനുജൻ്റെ കോപാവിഷ്ടമായ മുഖത്തേക്ക് രാമൻ നോക്കി. ലക്ഷ്മണൻ്റെ ചുണ്ടുകൾ കോപം കൊണ്ട് വിറച്ചിരുന്നു. കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരുന്നു. ദുഃഖത്തെയും ഇന്ദ്രദേനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് രാമൻ തൻ്റെ മാതാവായ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് അതിവേഗം നടന്നു. ലക്ഷ്മണൻ നിശബ്ദവും ജ്യേഷ്ഠനെ പിന്തുടർന്നു. കിരീടധാരണത്തിനൊരുങ്ങുന്ന സഭാമന്ദിരത്തിലൂടെ അവർക്ക് പോകേണ്ടിരുന്നത്. അഭിഷേകത്തിനായി നിരവധി പുണ്യനദികളിൽ നിന്ന് സംഭരിച്ചിരുന്ന ജലപാത്രങ്ങളെ രാമൻ പ്രദക്ഷിണം വെച്ചു. ഇത് ചെയ്യുമ്പോൾ രാമൻ്റെ മുഖത്ത് ഇച്ഛാഭംഗത്തിൻ്റെ ഒരു ലാഞ്ഞ പോലും കാണപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വശ്യവും സന്തുഷ്ടവുമായി കാണപ്പെട്ടു. രാജ്യനഷ്ടവും നാടുകടത്തിലും ഈ മഹാത്മാവിൽ ഒരു ചാഞ്ചല്യം ഉളവാക്കിയില്ല. അദ്ദേഹം സർവസമ്മതനായിരുന്നു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അദ്ദേഹത്തെ യുവരാജാവാക്കുമെന്ന് തലേ ദിവസം രാജാവ് പറഞ്ഞപ്പോഴത്തെ മുഖഭാവം തന്നെയായിരുന്നു ഇപ്പോഴും. ലോകത്തെ പരിത്യജിച്ച ഒരു പരിവ്രാജകനെ പോലെ തോന്നപ്പെട്ടു രാമൻ. തനിക്കുള്ളതൊക്കെ എല്ലാം തന്നെ സ്വമനസാലെ പിതൃജനിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. കാട്ടിലേക്ക് പുറപ്പെടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. വെൺകൊറ്റിക്കുട, വെൺചാമരം, അലങ്കരിച്ചു നിർത്തിയ രഥം ഇവയൊന്നും രാമൻ നോക്കിയതേയില്ല. തന്നെ കാത്തുനിന്നിരുന്ന മിത്രങ്ങളെയും മറ്റു ജനങ്ങളെയും കാണാതെ പോരുവാൻ രാമൻ സാധിച്ചു. അദ്ദേഹം അമ്മയുടെ അന്തഃപുരത്തിലേക്ക് നടന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിഷാദമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വാർത്ത എങ്ങനെ എൻ്റെ അമ്മ അറിയിക്കുമെന്ന് മാത്രം. അമ്മയുടെ വേദന അസഹനീയമാവുമെന്ന് അദ്ദേഹത്തിനറിയാം. എങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഉറച്ച കാൽവെപ്പുകളോടെ അദ്ദേഹം നടന്നു. വഴിമധ്യയെ കണ്ടുമുട്ടിയവരോട് സൗമ്യമായും ശാന്തതയോടും കൂടി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് നടന്നു. ദേഹി ഒന്ന്, ദേഹം രണ്ട് എന്ന നിലയിൽ അദ്ദേഹം കരുതിയിരുന്ന ലക്ഷ്മണൻ അദ്ദേഹത്തോടൊപ്പം തന്നെ നടന്നു. തൻ്റെ അതിയായ ദുഃഖത്തെയും അതിലും കവിഞ്ഞ കോപത്തെയും എങ്ങനെയോ നിയന്ത്രിച്ച് നിർത്തിയിരുന്നു ലക്ഷ്മണൻ. ജനിച്ച മുതൽ എല്ലാം രാമനോട് പങ്കിട്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. രണ്ടുപേരും തങ്ങളുടേതായ ചിന്തകളോടുകൂടി കൗസല്യയുടെ കൊട്ടാരത്തിലെത്തി. ആസന്നമായ അത്യാവത്തത്തെക്കുറിച്ച് വാർത്ത കർണകർണികമായി പരന്നുകൊണ്ടേയിരുന്നു. പരിഭ്രമവും ദുഃഖവും കലർന്ന വിലാപങ്ങൾ പല അന്തഃപുരങ്ങളിൽ നിന്ന് കേൾക്കാമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരൻ, നമുക്കെല്ലാം പുത്രനെ പോലെയുള്ളവൻ, കൗസല്യയുടെ പോലെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി നമ്മളോട് പെരുമാറുന്നവൻ, ആപത്തിൽപ്പെട്ടവർക്ക് അഭേയമായ രാമൻ, നമ്മുടെയെല്ലാം കുഞ്ഞായ രാമൻ ഇന്ന് നമ്മെ വിട്ട് കാട്ടിലേക്ക് പുറപ്പെടും. അദ്ദേഹം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മെ ഒരിക്കൽ പോലും പ്രകോപിച്ചിട്ടില്ല.
ആരെങ്കിലും കോപിച്ചാൽ തന്നെ അദ്ദേഹം വളരെ സാവധാനപ്പെടുത്തുകയാണ് പതിവ്. രാജാവിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? രാമനില്ലാത്ത അദ്ദേഹത്തെ ജീവിക്കുവാനാകും? ഇത്തരം വാക്കുകൾ പല അന്തർപ്പങ്ങളിൽ നിന്നും കേട്ടുവന്നു. ചിലർ വങ്ങിക്കരഞ്ഞു, ചിലർ പൊട്ടിക്കരഞ്ഞു, ചിലർ രാജാവിൻ്റെ അനീതിയെപ്പറ്റി ക്രുദ്ധമായി സംസാരിച്ചു. ഈ അലങ്കോലങ്ങളൊന്നും രാമൻ ശ്രദ്ധിച്ചതേയില്ല. കൊമ്പുകളെറിയുന്നത്, പക്ഷികൾ ചിലയിരിക്കുന്നത് പോലെ യാതൊരു ചിന്തയുമില്ലാതെ നിൽക്കുന്ന ഉന്നതരായ ഒരു അശ്വത്ഥ വൃക്ഷത്തെ പോലെയായിരുന്നു രാമൻ. ലക്ഷ്മണനെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹവും അമ്മയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു. വൃദ്ധനായ കാവൽക്കാരൻ വാതിക്കലിരിക്കുകയായിരുന്നു. മറ്റു ചിലർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാമനെ കണ്ട ഉടൻ അവർ വികാരവശനായി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്ന് ജയ് ജയ് വിജയ് ഭവ എന്ന് പറഞ്ഞു. മന്ദഹാസപൂർവ്വം അവരുടെ അനുമോദനം സ്വീകരിച്ച് രാമൻ അകത്തേക്ക് നടന്നു. രാമൻ വരുന്നുണ്ട് എന്നറിയിക്കുവാൻ അന്തഃപുര സ്ത്രീകൾ കൗസല്യയുടെ അടുത്തേക്ക് ചെന്നു. രാജ്ഞിയായ കൗസല്യ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. രാമൻ്റെ നന്മയെപ്പറ്റി മാത്രമായിരുന്നു അവളുടെ ഒരേ ഒരു ചിന്ത. അവൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് അനങ്ങിയതേയില്ല. അവൾ വെള്ളിപ്പട്ടാണ് ഉടുത്തിരുന്നു. അഗ്നിയിൽ സൂഹ്രവാഹുതി ചെയ്ത് അവൾ അഗ്നിയെ പൂജിച്ചു. അമ്മയുടെ പൂജാമുറിയിലേക്ക് രാമൻ കടന്നു ചെന്നു. അമ്മ അഗ്നിക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കണ്ടത്. തൈര്, അരി, നിവേദ്യം, നെയ്യ്, മധുര പലഹാരങ്ങൾ, ഹവിസ്, അരി വറുത്തത്, വെണ്ണ, പാൽപായസം, പുഷ്പങ്ങൾ, ശുദ്ധജലം നിറച്ച സ്വർണ്ണക്കൂടങ്ങൾ തുടങ്ങിയ പൂജ്യദ്രവ്യങ്ങൾ അവിടെ ശേഖരിച്ചു വന്നു. രാമൻ മുറിയിൽ പ്രവേശിച്ചപ്പോൾ കൗസല്യ ഭഗവാൻ അർഘ്യം നൽകുകയായിരുന്നു. അദ്ദേഹം നിശ്ചലനായാണ് അമ്മയുടെ നേരെ നോക്കി. നിരന്തരമായ വ്രതങ്ങളും ഉപവാസങ്ങളും മൂലം അവൾ വളരെ മെലിഞ്ഞിരുന്നു. രാമൻ ഓർമ്മ വെച്ച നാൾ മുതൽ അവളുടെ മുഖത്തൊരു ദുഃഖഭാവമാണ് അദ്ദേഹം കണ്ടുവന്നത്. അവൾ അനുഭവിച്ച നിരവധി കഷ്ടപ്പാടുകളെപ്പറ്റി രാമൻ അറിയാമായിരുന്നു. അവളുടെ ഹൃദയാകാശത്തിലെ ഒരേ ഒരു വെള്ളി നക്ഷത്രം താൻ മാത്രമാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. താൻ പറയുവാൻ പോകുന്ന വാർത്ത അമ്മയിൽ ഉളവാക്കുവാൻ പോകുന്ന പ്രത്യാഘാതം എന്താകുമെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവപൂർണമായി. കൗസല്യ ഒന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് അവൾ രാമനെ കണ്ടു. അതിരറ്റ സന്തോഷത്തോടുകൂടി അവൾ രാമൻ്റെ അടുത്തേക്ക് വേഗം ചെന്നു. എപ്പോഴായാലും അമ്മയുടെ ഏത് നിസ്സാരവും അഭിഷ്ടവും സാധിച്ചു കൊടുത്തിരുന്ന രാമൻ 2 കൈകളും കൂപ്പി തൊഴുത് അമ്മയെ നമസ്കരിച്ചു. അവൾ രാമനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വാഭാവിമാനം ഇങ്ങനെ പറയുകയും ചെയ്തു: കുഞ്ഞെ, ഈശ്വാകു വംശത്തിലാണ് നിന്റെ ജനനം. നീ ആ വംശത്തിലെ ഒരു ഉത്തമ സന്തതിയാണ്. നിനക്ക് അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ കഴിയട്ടെ. നീ അവരെ പോലെ യശസ്വിയായി തീരട്ടെ. നീ ദീർഘായുസ്സുമായി തീരട്ടെ. ശ്രേഷ്ഠനായ രാജാവ് ഇന്ന് തന്നെ യുവരാജാവായി കിരീടധാരണം ചെയ്യിക്കും. ധർമ്മിഷ്ഠനും സൽസ്വഭാവയുമായ നിന്റെ പിതാവിനെ നീ എപ്പോഴും ബഹുമാനിക്കണം. രത്നചിത്തമായ ആസനത്തിൽ കൗസല്യ രാമനെ ഇരുത്തി. പ്രാതലിന് തയ്യാറാക്കിയിരുന്ന വിഭവങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ നിരത്തി. രാമൻ അതീവ ദുഃഖിതനായിരുന്നു. അമ്മയെ അനുസരിച്ചു എന്ന് വരാത്തുവാൻ വേണ്ടി അതിലൊന്നു തൊട്ട് രാമൻ അവസാനത്തിൽ ചാരിയിരുന്നു. ഉടൻ ദണ്ഡകാരണത്തിലേക്ക് പുറപ്പെടണമെന്ന് അദ്ദേഹം ഉറച്ചിരുന്നു. കാര്യം അമ്മയോട് പറയേണ്ട സമയമായി എന്ന് അദ്ദേഹം വിചാരിച്ചു. അല്പം മടിച്ചുകൊണ്ടും അദ്ദേഹം നിസ്സംഗനം ശാന്തനമാണെങ്കിലും അല്പം പതറിക്കൊണ്ടും തല താഴ്ത്തിക്കൊണ്ടും നിലത്തേക്ക് നോക്കിക്കൊണ്ടും രാമൻ അവിടെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം ദൃഢസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, എൻ്റെ അമ്മയ്ക്കും സീതയ്ക്കും എൻ്റെ പ്രിയ അനുജൻ ലക്ഷ്മണനും ഒരു അത്യാപത്ത് വന്നു ചേർന്നിരിക്കുന്നു. അതിപ്പോൾ സംഭവിച്ചതേയുള്ളൂ. അമ്മ അതിനെപ്പറ്റി അറിഞ്ഞു കാണില്ല. അമ്മേ, ഈ രത്നചിത്തമായ ആസനം ഇപ്പോൾ എനിക്ക് ചേർന്നതല്ലാതായിരിക്കുന്നു. എനിക്ക് വേണ്ടത് ദർഭപ്പുല്ലുകൊണ്ടുള്ള ഒരു ആസനമാണ്. എനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുവാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുന്നു. ഞാനിതാ കാട്ടിലേക്ക് പുറപ്പെടുകയായി. രാജകീയ ആഡംബരങ്ങളെപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ ചിന്തിച്ചുകൂടാ. കാട്ടിൽ കെട്ടുന്ന കായ്ക്കനികളും കിഴങ്ങുകളും ഭക്ഷിച്ചുകൊണ്ട് 14 സംവത്സരം ഞാൻ കാട്ടിൽ കഴിയണം. അപ്പോൾ അമ്മ എൻ്റെ മുമ്പിൽ വെച്ച് തന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഞാനെങ്ങനെ സ്വീകരിക്കും? രാജാവ് ഭരതനെ യുവരാജാവായി വാഴിക്കും. ഒരു തപസ്യയെപ്പോലെ എനിക്ക് കാട്ടിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ പിതാവിൻ്റെ ആദേശം. കൗസല്യ രാമൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തേക്ക് ആ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് ഗ്രഹിക്കുവാൻ തന്നെ കഴിഞ്ഞില്ല. ഒരു ദേവനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പെട്ടെന്ന് തള്ളിവിട്ട പോലെ, ഒരു സാരവൃക്ഷത്തിൻ്റെ കൊമ്പ് മഴ കൊണ്ട് വെട്ടിമുറിച്ചതുപോലെ അവൾ ബോധം കെട്ട് ഭൂമിയിൽ വീണു. രാമൻ അവളുടെ അടുത്ത് ചെന്ന് അവളെ മെല്ലെ താങ്ങിയെടുത്ത് ഒരാസനത്തിലെത്തി. തൻ്റെ സ്നേഹാർദ്രമായ കൈകൾ കൊണ്ട് മെല്ലെ തലോടി. അവൾക്ക് ബോധം വന്നു. രാമൻ്റെ നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞു: രാമ, നീ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. ഒരു വന്ധ്യയാണല്ലോ, എന്ന ദുഃഖമേ എനിക്കുണ്ടായിരുന്നു. ഈ അവസ്ഥയേക്കാൾ എത്രയോ ഭേദം അതായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുകയാണ്. രാജാവിന് എന്നോട് ഒരിക്കലും പ്രിയമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. നിന്നോടുള്ള സ്നേഹം ആ പോരായ്മ നികത്തുമെന്ന് ഞാൻ ആശ്വസിച്ചു. ഞാൻ മൂത്ത രാജ്ഞിയാണെന്നതും വാസ്തവമാണ്. എന്നാൽ താഴെയുള്ള രാജ്ഞിമാരാൽ ഞാൻ വേണ്ടതോളം അതിലധികവും അപമാനപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ നീ കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അനാദരിക്കപ്പെടും. അതുമൂലം എൻ്റെ മനസ്സിലുള്ള വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴം ഞാൻ എങ്ങനെ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കും?
നിന്നെ കാണുവാൻ വേണ്ടി ഉഴറുന്ന ഈ കണ്ണുകളുടെ കണ്ണുനീർ മുറിഞ്ഞ സമയമുണ്ടാവില്ല. മരണത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ഈ കഴിഞ്ഞ കാലം മുഴുവൻ കൈകേയി എന്നെ അവഹേളിച്ചിട്ടേ ഉള്ളൂ. രാജാവിൻ്റെ അനാസ്ഥ കാരണം കൈകേയിയുടെ ദാസികൾ കൂടി അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. കൈകേയിയുടെ പുത്രൻ യുവരാജാവായാൽ എൻ്റെ ഏതാനും ചില മിത്രങ്ങളുള്ളവർ പോലും എന്നെ കൈവിട്ടു പോകും. രാമ, നീ ജനിച്ചിട്ട് ഇപ്പോൾ 17 കൊല്ലമായി. നീ അടുത്തുണ്ടായിരുന്നതുകൊണ്ടാണ് എൻ്റെ ദുഃഖത്തിൻ്റെ ഏറിയ പങ്ക് സഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞത്. നിന്റെ സുന്ദരമായ മുഖം കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഈ വേദനജാഗമായ അന്തരീക്ഷത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ വളരെയേറെ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലെ മുടങ്ങാതെ ഭഗവാനെ പൂജിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്കായി മാത്രമാണ്. ഉപ്പുരസമുള്ള കണ്ണിൽ വിതച്ച വിത്ത് പോലെ അവയെല്ലാം നിഷ്ഫലമായിരിക്കുന്നു. എല്ലാ ജീവികളിലും വെച്ച് നിർഭാഗ്യമാണ് ഞാൻ. അതുകൊണ്ടാവാം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലമില്ലാതെ പോയത്. എൻ്റെ ഹൃദയം ശിലാനിർമ്മിതം തന്നെ, അല്ലെങ്കിൽ അതിപ്പോൾ തകർന്നു പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതുമായിരിക്കാം. ഇത്ര വലിയ ദുഃഖം വന്നു ചേർന്നിട്ടും അത് ഉടയുന്നില്ല. എൻ്റെ അംഗങ്ങളും പ്രവർത്തനരഹിതങ്ങളാവുന്നില്ല. മരണകാലം വരും വരെ ജീവൻ ദേഹത്തെ ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? അസഹ്യമായ ദുഃഖം വന്നു ചേരുമ്പോൾ ഒരാൾക്ക് തൻ്റെ ജീവൻ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കിടാവിനെ പിരിഞ്ഞ പശുവിനെ പോലെ ഞാൻ വ്യർത്ഥമായ ജീവിതത്തെ വെച്ചു പുലർത്തില്ലായിരുന്നു. രാമ, നീ അരികെയില്ലാതെ എനിക്ക് ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വനത്തിലേക്ക് നിന്റെ കൂടെ ഞാനും വരും. നീയില്ലാതെ എനിക്ക് അവിടെ ഇരിക്കുവാൻ വയ്യ. അവൾ ഇതുതന്നെ വീണ്ടും പറഞ്ഞു. യാതൊരു നിയന്ത്രണവുമില്ലാതെ കരയുകയും ചെയ്തു. അടുത്തു നിന്ന് കണ്ണുനീർ തുറച്ചുകൊണ്ട് രാമൻ അവളെ ആശ്വസിപ്പിച്ചു. ലക്ഷ്മണൻ അത് സഹിക്കുവാൻ വയ്യാതെയായി. രാജ്ഞി ഹൃദയം തകർന്നിരുന്നു പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് അദ്ദേഹം രാമന്റെ സമീപത്തേക്ക് നിൽക്കുകയായിരുന്നു. ഇതിൽ ഇടപെടുക തന്നെ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹം പറഞ്ഞു, അമ്മേ, എനിക്കിതൊട്ടും പിടിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ ഹിതത്തിന് വഴങ്ങി രാമൻ തനിക്ക് വന്നു ചേർന്ന് ഈ സൗഭാഗ്യത്തെയെല്ലാം ഉപേക്ഷിക്കുന്നതിൽ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. നമ്മുടെ വന്ധ്യനായ പിതാവ് ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. അദ്ദേഹത്തിന് ബുദ്ധിമാന്ദ്യം വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റേതല്ലാതായി തീർന്നിരിക്കുന്നു. ഒരു സ്ത്രീയോടുള്ള മമത നിമിത്തം രാജധർമ്മം അദ്ദേഹം വിസ്മരിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ നന്മയാണിത്, തിന്മയേത് എന്ന് പോലും തിരിച്ചറിയുവാനുള്ള കഴിവ് അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. രാജ്യത്തിൻ്റെ നന്മ തിന്മകളെപ്പറ്റി രാജാവിന് ഓർമ്മ വേണം. ഇവയെപ്പറ്റി നിഷ്പക്ഷമായി ആലോചിക്കുകയും ദ്രുതഗതിയിൽ ഒരു തീരുമാനമെടുക്കുവാനും അദ്ദേഹത്തിന് കഴിയണം. നമ്മുടെ രാജാവിന് ആ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പോയി ഒരു സ്ത്രീ ചോദിക്കുന്നത് എന്തും അനുവദിക്കുമെന്ന നിലയിൽ വന്നു ചേർന്നിരിക്കുന്നു. രാമനെ രാജ്യഭ്രഷ്ടനാക്കുന്നത് യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഒരു തെറ്റ് ചെയ്യാത്ത രാമനെ ദണ്ഡകാരണത്തിലേക്ക് പോയി വസിക്കുമെന്നുള്ള ശിക്ഷയ്ക്ക് പാത്രീഭൂതനാക്കുവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. നിർലജ്ജനായ രാജാവ് ഒരു സ്ത്രീ മൂലം അധർമ്മിയായിരിക്കുന്നു. ഞാൻ എൻ്റെ ഈ പിതാവിനെ വധിക്കുവാൻ പോവുകയാണ്. രാമൻ്റെ ഒരു ശത്രു പോലും അയാൾ രാമബാണമേറ്റു മരിക്കുവാൻ കിടക്കുകയാണെങ്കിൽ കൂടി രാമനിൽ അപരാധം ചുമത്തുകയില്ല. എൻ്റെ ജ്യേഷ്ഠൻ ഒരു തലനാരിഴയ്ക്ക് പോലും ധർമ്മം തെറ്റി നടന്നിട്ടില്ല. അദ്ദേഹം വിശ്വദാർഢ്യമുള്ളവനാണ്. അദ്ദേഹം അപത്തിലേക്ക് പനിച്ചിരിക്കപ്പെടുന്ന ഒന്നിനും കഴിയുന്നില്ല. അദ്ദേഹം ഈശ്വര തുല്യനാണ്. അങ്ങനെ തന്നെ പുത്രനെന്ന് യാതൊരു കാരണവും കൂടാതെ എന്നോട് കാണുന്നത്. ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത രാജാവ് ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആജ്ഞ ധർമ്മിഷ്ഠമാണെന്ന് അംഗീകരിക്കുവാൻ നിവൃത്തിയില്ല. രാമ, അർത്ഥങ്ങൾ 3 തരത്തിലുണ്ട്. അങ്ങേക്കറിയാമല്ലോ. നേരായ മാർഗത്തിലൂടെ നടക്കുന്നതിനെ ശുക്ലാർത്ഥമെന്ന് പറയുന്നു. നേരായ മാർഗത്തിൽ അല്പം അധർമ്മം കൂടി കലർന്ന് അതിനെ ചപലാർത്ഥമെന്ന് പറയാം. അധർമ്മം മാത്രമാവുമ്പോൾ അത് കൃഷ്ണാർത്ഥവുമാണ്. നമ്മുടെ രാജാവ് 2ാമത്തിൽ അവപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം കാരണം രാജ്യത്ത് അധർമ്മം വ്യാപിക്കും മുമ്പായി അങ്ങ് രാജ്യഭാരം കയ്യിലേൽക്കണം. രാജ്യം അങ്ങയുടെ ജന്മാവകാശമാണ്. എന്നോടൊന്ന് കൽപ്പിക്കുകയേ വേണ്ടൂ. കയ്യിൽ വില്ലുമായി ഞാൻ അങ്ങയോടൊപ്പമുണ്ട്. എന്നോട് എതിർക്കുവാൻ ധൈര്യമുള്ളവർ ആരേലും ഉണ്ടോ ഇവിടെയെന്ന് കാണട്ടെ. നഗരവാസികൾ രാജാവിൻ്റെ പക്ഷം നിൽക്കാൻ ഒരുമ്പെടുന്നുവെങ്കിൽ അവരെ മുഴുവൻ ഞാൻ കൊല്ലും. ഭരതൻ്റെ പക്ഷം നിൽക്കുന്നവരെ മുഴുവൻ ഞാൻ വംശത്തോട് മുടിക്കും. രാമ, അങ്ങ് വിനിയാദത്തിനും മൃദുല സ്വഭാവനുമാണ്. അത് കാരണം അങ്ങ് വഞ്ചിതനാവുകയാണ്. കൈകേയിയാൽ പ്രേരിതനായ നമ്മുടെ പിതാവ് ലജ്ജാകരമായി ഈ സ്വഭാവം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് തടവുകാരനാക്കേണ്ടി വരും. അങ്ങയുടെ ശത്രുവിനെ അദ്ദേഹം സഹായിക്കുകയാണെങ്കിൽ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ അദ്ദേഹത്തെ കൊല്ലുക തന്നെ വേണം. ഒരു മനുഷ്യൻ്റെ ബുദ്ധി നശിച്ച് ധർമ്മവിജയനം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്തുറപ്പിന്മേലാണ് രാജാവ് ഈ സുന്ദരമായ രാജ്യം കൈകേയിയുടെ കയ്യിൽ ഏൽപ്പിച്ചത്? അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അങ്ങും ഞാനും ഒരുമിച്ച് നിന്നാൽ നമ്മെ എതിർക്കുവാൻ രാജാവിനാവില്ല. അങ്ങയ്ക്ക് പകരം ഭരതനെ കിരീടധാരണം ചെയ്യിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. രാജാവിന് ഒട്ടുമുണ്ടാവില്ല. രാജാവിൻ്റെ ശക്തി പലതാണ്. അദ്ദേഹത്തോട് പ്രഭാശക്തി, സ്വഭാവശക്തിയും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവിൽ നിക്ഷിപ്തനായിട്ടുള്ള ശക്തിയാണുള്ളത്. 2ാമത്തെ ശക്തിക്ക് പ്രഭാവശക്തി എന്ന് പറയുന്നു.
ധർമ്മിഷ്ഠനായ ഒരു രാജാവിനെ സാത്വികരും പ്രഭക്തരുമായ മന്ത്രിമാർ സഹായിക്കണം. ഈ വിധമുള്ള രാജാവാണ് പ്രഭാവശക്തിയുള്ളവർ. മൂന്നാമത്തേതിന് ഉത്സാഹശക്തി എന്നാണ് പറയുന്നത്. അഹങ്കാരം മൂലം തെറ്റിയതിനെ നേടുവാൻ ശ്രമിക്കുകയാണത്. ഇതിലേത് ശക്തിയാണ് രാജാവിനെ ഇപ്രകാരം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്? അമ്മേ, ഈ വില്ല് പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പിന്തുടരുവാൻ ശ്രമിച്ചിട്ടുള്ള സത്യത്തിൻ്റെ പേരിൽ ഞാൻ ആണയിടുന്നു. ഞാൻ സമ്പാദിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ പേരിൽ ഞാൻ ശപഥം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജ്യേഷ്ഠനെ സന്തോഷിപ്പിക്കുവാൻ മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമയാണ്. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അനീതിയും ഞാൻ അനുവദിക്കില്ല. രാമൻ കത്തുന്ന തീയിൽ പ്രവേശിച്ചാൽ ഞാനും അതിൽ ചാടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പിക്കാം. ജ്യേഷ്ഠൻ്റെ കൽപ്പന കാത്തിരിക്കുകയാണ് ഞാൻ. അമ്മയുടെ കണ്ണുനീർ ഞാൻ തുടച്ചു തരാം. എൻ്റെ ശരങ്ങളുടെ ഭീകരത അമ്മ കണ്ടുകൊള്ളും. കൈകേയിയോടൊപ്പം രാജാവിനെയും ഞാൻ കൊല്ലും. അദ്ദേഹം വൃദ്ധനായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി നശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതോദ്ദേശ്യം കൈകയെ പോലെ പ്രീണിപ്പിക്കുവാൻ മാത്രമാണെന്ന് തോന്നുന്നു. അദ്ദേഹം എല്ലാവർക്കും ഒരു പരിഹാസപാത്രമായി കഴിഞ്ഞിരിക്കുന്നു. കണ്ണുനീരിൽ കുളിച്ച കൗസല്യ ലക്ഷ്മണൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടു. അവൾ പറഞ്ഞു, രാമ, ലക്ഷ്മണകുമാരൻ പറഞ്ഞതെല്ലാം നീ കേട്ടുവല്ലോ. അത് നിനക്ക് സമ്മതമാണെങ്കിൽ അപ്രകാരം ചെയ്യുക. കൊട്ടാരത്തിലെ ചെറുപ്പക്കാരികളുടെ ദയാദക്ഷിണങ്ങൾ കൊണ്ട് എന്നെ വിട്ടുകൊണ്ട് നീ കാട്ടിലേക്ക് പോകരുത്. ശരിയും തെറ്റും തിരിച്ചറിയാമല്ലോ നിനക്ക്. ഇവിടെ ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കുക. അച്ഛനെ പോലെ എന്നോടും നിനക്ക് പ്രിയമല്ലേ? അച്ഛൻ എന്ന പോലെ എന്നെ നീ അനുസരിക്കണം. ഇവിടെ അയോധ്യയിൽ എന്നെ തനിയെ വിട്ടിട്ട് നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോകരുത്. ഇതെൻ്റെ കൽപ്പനയാണ്. എൻ്റെ സുഖം എന്തിനാണ് എൻ്റെ ജീവിതം തന്നെ നിന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നീ ഇല്ലാതെ ഞാൻ ജീവിക്കുന്നതിന് അർത്ഥമില്ല. ആഡംബരപൂർണമായ കൊട്ടാരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിന്നോട് തന്നെ കാട്ടിൽ വസിക്കുകയാണ്. എൻ്റെ അർത്ഥനകൾ കേട്ടിട്ടും അവിടെ വകവയ്ക്കാതെ നീ എന്ത് വിട്ടുപോവുകയാണെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ദർഭവരിച്ച് പ്രയാഗപ്രവേശം ചെയ്യും. അപ്പോൾ പണ്ട് സമുദ്രത്തിന് മൃതാഹത്യം പോലെ അനുഭവിക്കേണ്ടി വന്ന പോലെ നിനക്കും അത് അനുഭവിക്കേണ്ടി വരും. ഈ സമയമെല്ലാം രാമൻ നിശബ്ദനായി നിന്നു. ലക്ഷ്മണൻ്റെ കോപം സ്വച്ഛന്തം പ്രകടിപ്പിക്കുവാനും അമ്മയുടെ കണ്ണുനീർ ആവുന്നത്ര ഒഴുകാനും അദ്ദേഹം അനുവദിച്ചു. കൗസല്യയ്ക്ക് കരയുവാൻ വയ്യാതെയായി. അവൾ അത്രയ്ക്ക് പരീക്ഷണരായി. ഇത്രയും കണ്ട് രാമൻ അതീവ ദുഃഖിതനായി. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ വലിയ സഹാനുഭൂതിയായിരുന്നു. ഇപ്പോൾ ദുഃഖം വന്നുകൂടിയിരിക്കുന്നതാവട്ടെ തൻ്റെ അമ്മയ്ക്കും സഹോദരന്മാരിനും തന്നെ. അമ്മയെ സമാധാനിപ്പിക്കാൻ പറ്റിയ വാക്കുകൾ അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം താൻ ചെയ്യുന്നത് ശരിയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുകയും വേണം. അദ്ദേഹം സാവധാനത്തിലും സൗമ്യമായും വിശ്വാസം വരത്തക്ക രീതിയിൽ ഇങ്ങനെ പറയുവാൻ ആരംഭിച്ചു. അമ്മേ, അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കാനുള്ള ശക്തിയോ ആഗ്രഹമോ എനിക്കില്ല. അച്ഛൻ്റെ ആജ്ഞ ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും. ഞാൻ അമ്മയുടെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. അമ്മ കാട്ടിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അമ്മ എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം. അച്ഛനെ നിരുപാധികം അനുസരിക്കണം എന്നാണ് ഋഷിവചനം. നമ്മുടെ പൂർവികർ ആ നിയമം പാലിച്ചിട്ടുണ്ട്. അമ്മേ, സാക്ഷാൽ പരശുരാമൻ്റെ കാര്യമെടുക്കും. അദ്ദേഹത്തിൻ്റെ പിതാവായ ജമദഗ്നി തൻ്റെ അമ്മയായ രേണുകയെ കൊല്ലുവാൻ പ്രേരിപ്പിച്ച കഥ ഓർക്കുന്നില്ലയോ? പുത്രൻ എന്നെ അനുസരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? പിതൃശാസനം അലംഘനീയമായ ധർമ്മകയാൽ തന്നെ അച്ഛനെ അനുസരിക്കാനാവുന്ന ഭാന്താവ് ആദ്യമായി പിന്തുടരുന്നവരും പലരും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ കാലടികൾ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. പിതാവിനെ അനുസരിക്കുന്ന പുത്രൻ സ്വർഗാരോഹണ അർഹനാണെന്ന് ചെറുപ്പത്തിൽ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാർ പറയുന്നത് മിഥ്യയാകുവാൻ വയ്യ. എനിക്ക് ശാസ്ത്രങ്ങളിൽ വിശ്വാസമുണ്ട്. ഏതു നിലയ്ക്ക് ഞാൻ എൻ്റെ അച്ഛനെ അനുസരിക്കും. അതിനുശേഷം രാമൻ ലക്ഷ്മണനെ നോക്കി പറയുവാൻ തുടങ്ങി. അസ്ത്രവിദ്യയിലെന്ന പോലെ സംഭാഷണ കലയിലും രാമൻ അദ്വിതീയനായിരുന്നു. തെറ്റായ വാക്കുകളാണ് പറയുന്നതെന്ന് ലക്ഷ്മണനെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ലക്ഷ്മണ, അദ്ദേഹം പറഞ്ഞു, എന്നോടുള്ള നിൻ്റെ സ്നേഹത്തെപ്പറ്റി എനിക്കറിയാം. 3 ലോകങ്ങളിലും ഇതിന് സദൃശ്യമായൊരു ഭക്തി, നിർഭര സ്നേഹവും ഇല്ല തന്നെ. ശത്രുവിന് പൊറുക്കുവാനാവാത്ത നിന്റെ ശൗര്യവും നിന്റെ നിശ്ചയദാർഢ്യവും അതായത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തീർക്കുവാനുള്ള കഴിവും എനിക്ക് നന്നായി അറിയാം. എൻ്റെ അമ്മയുടെ ദുഃഖം തീവ്രമാണ്. അത് എളുപ്പം മാറാവുന്നതല്ല. അത് ദീർഘകാലം നിലനിൽക്കും. അവൾ ക്രൂരവും പൂർവ്വ പരബദ്ധവുമില്ലാത്തമായ വാക്കുകൾ ഉച്ചരിക്കുന്നു. അവൾക്ക് ധർമ്മതത്വങ്ങൾ അറിയാത്തതുകൊണ്ടാണത്. ഇന്ദ്രിയ നിഗ്രഹം സിദ്ധിച്ച ഒരാൾ എല്ലായിടത്തും വന്ന പാഠചന്തം എന്ന നിലയിൽ അനുവർത്തിക്കും. സുഖം വന്നാലും ദുഃഖം വന്നാലും സമനില പാലിക്കുക എന്നത് ഋഷിമാരുടെ സ്വഭാവമാണ്. അപ്രകാരമുള്ള ഒരാൾ പറയും ഇതിങ്ങനെ വരണമെന്ന് ദൈവനിശ്ചയമാണെന്ന്, അഥവാ വിധിയാണെന്ന്. നമുക്ക് വന്നു ചേരുന്നത് എന്തോ അതിനെ ശാന്തമായി സ്വീകരിക്കാൻ പഠിക്കണം. എന്നാൽ അമ്മ ആ രഹസ്യം പഠിപ്പിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്. എന്നാൽ എൻ്റെ ലക്ഷ്മണ, നീ വ്യത്യസ്തനാണ്. എന്നോടൊപ്പം നീയും ഗുരുപാദങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. സ്വഭാവ നിയമങ്ങളും നീയും പഠിച്ചിട്ടുണ്ട്. ധർമ്മങ്ങളാണ് നമ്മുടെ പരമലക്ഷ്യം. ധർമാചാരണം കൊണ്ട് മറ്റു 3 പുരുഷാർത്ഥങ്ങൾ, അതായത് അർത്ഥം, കാമം, മോക്ഷം എന്നിവ കൈവരികയുള്ളൂ. ധർമ്മം സ്ഥാപിതമായിട്ടുള്ളത് സത്യത്തിലാണ്. സത്യമാണ് പരമോത്തമായ മതം. വിദ്യാധനായ ഒരാൾ താൻ പറഞ്ഞ വാക്ക് തെറ്റി നടക്കരുത്.
അച്ഛനോ അമ്മയോ ഗുരുവോ കൽപ്പിച്ച ആ ആജ്ഞ പാലിക്കണം. അത് ലംഘിക്കരുത്. അതിനാൽ എൻ്റെ അച്ഛനും കൈകേയും എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും. ലക്ഷ്മണ, ഈ തെറ്റായ ചിന്തകൾ ഉപേക്ഷിക്കും. അത് ശരിയല്ല. നീ പിന്തുടരേണ്ട ധർമ്മം ഇതല്ല. ഞാനൊരു മഹായോദ്ധാവാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്ന് നീ എന്ന് തോന്നുന്നുണ്ടല്ലോ. ഇങ്ങനെ കോപത്തിന് കീഴ്പ്പെടരുത്. ആക്രമസക്തമാകുന്നത് തെറ്റാണ്. ആക്രമം, ഞാനത് വീണ്ടും പറയുന്നു, തെറ്റായ മാർഗമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. എന്നെ കാട്ടിലേക്ക് പോകുവാൻ അനുവദിക്കും. ഞാൻ അങ്ങനെ ചെയ്യുവാൻ ഉറച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം വീണ്ടും അമ്മയുടെ നേരെ തിരിഞ്ഞ് അവളെ സാഷ്ടാംഗം നമസ്കരിച്ചു. എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറഞ്ഞു, അമ്മേ, കാട്ടിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കും. എനിക്ക് നന്മ വരുവാനുള്ള, എന്നിൽ നിന്ന് ദുർഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള മന്ത്രങ്ങൾ ജപിക്കും. അമ്മേ, വനവാസത്തിൻ്റെ നിബന്ധനകൾ നിറവേറ്റിയ ശേഷം ഞാൻ വേഗം മടങ്ങി വരും. വേഗത്തിൽ, വളരെ വേഗം തന്നെ അമ്മയും ഞാനും ലക്ഷ്മണനും സീതയും കൂടി ഒത്തുചേരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ ദുഃഖമകറ്റി എന്നെ അനുഗ്രഹിച്ച് വനത്തിലേക്ക് അയക്കും. ശരിയാണത് ഞാൻ ചെയ്യുന്നത്. അപ്രകാരം ചെയ്യുവാൻ അമ്മ എന്നെ സഹായിക്കണം. തൻ്റെ പുത്രൻ സ്വന്തം തീരുമാനം നടപ്പാക്കാൻ ഉറച്ചു കഴിഞ്ഞതായി കൗസല്യ കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രശാന്തവും അക്ഷോഭ്യഭാവമെന്നും ഔക്യഭാവവും വ്യക്തമായി. കൗസല്യയ്ക്ക് സംസാരിക്കാൻ കുറച്ചു സമയം വേണ്ടി വന്നു. അവൾ പറഞ്ഞു, രാമ, നീ ധർമ്മത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ. അച്ഛനെ പോലെ അമ്മയും പരിപാവനമാണെന്നാണ് ആ ധർമ്മം നിന്നെ അനുസരിപ്പിക്കുന്നില്ലേ? രണ്ടുപേരും നിന്റെ ഗുരുക്കന്മാരാണ്. പോകരുതെന്ന് ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. രാമ, നീയെങ്കിൽ എനിക്കെൻ്റെ ജീവിതം തന്നെ വ്യർത്ഥമാണ്. 4 നാഴിക നേരമേ ഉള്ളുവെങ്കിലും നീ എൻ്റെ അടുത്തുണ്ടായാൽ അതെനിക്ക് ആനന്ദമാണ്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ രാമ. അവളുടെ കണ്ണുനീർ കൊണ്ടൊന്നും രാമൻ തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഇളകിയില്ല. ലക്ഷ്മണൻ്റെ കോപവും അദ്ദേഹത്തെ സ്വാധീനിച്ചില്ല. അദ്ദേഹം ലക്ഷ്മണനോട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ലക്ഷ്മണ, നിന്റെ വീര്യത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും എനിക്കറിയാം. ഇത്ര കാലമായി നിനക്ക് എന്നെ അറിവുള്ളതാണല്ലോ. എന്നിട്ടും എന്നെ ശരിയായി മനസ്സിലാക്കാത്തതിന് പകരം നീ എന്നെ കൂടുതൽ ദുഃഖിപ്പിക്കുകയാണ്. എൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ട് കുഴങ്ങുന്ന ഈ എന്നെ തന്നെ. തുടരും.